أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد സ്നേഹിതരായ ബഹുമാനികളായ പണ്ഡിതന്മാരെ, സാദാത്യങ്ങളെ, സഹപാഠികളെ, നമ്മുടെ ഈ ഗ്രൂപ്പിലെ 39ാമത്തെ ക്ലാസ്സിലേക്കാണ് ഇൻഷാ അല്ലാഹ് പ്രവേശിക്കുന്നത്. നമ്മുടെ ഈ അമലുകളെല്ലാം സ്വാലിഹായി അല്ലാഹു സ്വീകരിക്കട്ടെ. നമ്മുടെ ഇൽമുകൾ നാഫിയായ ഇൽമു തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മൾ 7ാമത്തെ ഫായിദയിൽ ഖദർ ഖലാ എന്നതിനെ കുറിച്ചുള്ള ഒരു നീണ്ട ചർച്ച തന്നെ നമ്മൾ നടത്തി. ഇനി 8ാമത്തെ ഫായിദ പറയുന്നത് ഫീ തഅദാദി മാ യജിബു തഅല്ലുമുഹു അലാ കുല്ലി മുസ്ലിമിൻ വ മുസ്ലിമത്തിൻ എന്നുള്ളതാണ്. അതായത് മുസ്ലിങ്ങളായ സ്ത്രീ പുരുഷന്മാർ ഇവർക്ക് പഠിക്കൽ നിർബന്ധമായി വരുന്ന ഏതെല്ലാം കാര്യങ്ങളുണ്ടോ അത്തരം കാര്യങ്ങൾ എണ്ണുന്നതിലാണ് 8ാമത്തെ ഫായിദയുള്ളത്. അതൊക്കെ നമ്മൾ അറിയാൻ അനിവാര്യമാണ്. നമ്മൾ എന്ത് പഠിച്ചു, നമ്മൾ എന്തൊക്കെ നേടി എന്നൊക്കെ നമ്മൾ അറിയണം. ബഹുമാനപ്പെട്ട ഷാരിഹിന്റെ ഉദ്ദേശം തന്നെ ബൊറുമൊറു റാത്തീബ് ദിക്ർ ചൊല്ലിപ്പോവുക എന്നുള്ളതല്ല. അതിന്റെയൊക്കെ മുന്നോടിയായി പലതും അറിയേണ്ടതുണ്ട്. അതാണ് ഇങ്ങനെയൊക്കെ ഫായിദട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അത്തരം ഒരു അറിയേണ്ട കാര്യത്തിൽപ്പെട്ടത് തന്നെയല്ലേ മുസ്ലിമായ സ്ത്രീ പുരുഷന്മാർക്ക് നിർബന്ധമായത് ഏതൊക്കെയാണ് പഠിക്കൽ അനിവാര്യമായത്, ഒഴിച്ചുകൂടാൻ പറ്റാത്തതൊക്കെ അറിയണമല്ലോ. അതൊക്കെ പഠിച്ചതിന് ശേഷമല്ലേ ദിക്റുകളൊക്കെ വാതകമായി വരികയുള്ളൂ. അതിനാണ് മഹാനവറുകൾ ഇങ്ങനെയൊക്കെ പറഞ്ഞു തരുന്നത്. നോക്കുക, ഏതെല്ലാം കാര്യങ്ങൾ നിർബന്ധമാകും, എങ്ങനെയൊക്കെ നിർബന്ധമാകും, നമുക്കൊന്ന് പരിശോധിക്കാം. വഹിയ ഫായിദത്തുൻ വഅയ്യു ഫായിദത്തിൻ മിൻ ഖാതിമത്തുൽ ഫതാവ ലിശൈഖ് അഹ്മദ് ബിൻ മുഹമ്മദ് ബിൻ അലി ബിൻ ഹജർ റളിയല്ലാഹു അൻഹു. ഈ 8ാമത്തത് വല്ലാത്തൊരു ഫായിദ തന്നെയാണ്. വല്ലാത്തൊരു ഫായിദ. ഇത് എവിടുന്ന് എടുത്തതാണെന്നറിയാമോ? നമ്മുടെ ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ തങ്ങളുണ്ടല്ലോ, ഇബ്നു ഹജർ എന്ന പേരിൽ അറിയപ്പെടുന്ന മഹാനവറുകൾ അഥവാ അഹ്മദ് ബിൻ മുഹമ്മദ് ബിൻ അലി ബിൻ ഹജർ റളിയല്ലാഹു അൻഹു, ഈ മഹാനവറുകൾക്കുള്ള ഒരു ഖാതിമത്തുൽ ഫതാവ എന്നൊരു കിതാബുണ്ട്. ആ ഖാതിമത്തുൽ ഫതാവ എന്നുള്ള ഫായിദയാണ് ഈ പറയുന്നത്. ആ ഫായിദയിൽ എന്താ പറഞ്ഞതറിയാമോ? ഒരു ചോദ്യങ്ങൾ നടന്നിട്ടുണ്ട്. എന്താണ് മഹാനവറുകൾ ചോദിച്ചത്? അതിനുള്ള മറുപടി എന്തായിരിക്കും മഹാനവറുകൾ നൽകിയത്? ആ ചോദ്യവും മറുപടിയുമാണ് 8ാമത്തെ ഫായിദയിലൂടെ പറയുന്നത്. നോക്കുക, ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ ഹൈതമി തങ്ങളോട് ചോദിക്കപ്പെട്ടു. സുഇല അദാമല്ലാഹു നഫഅ ബിഉലൂമിഹി, മഹാനവറുകളുടെ ഇൽമു കൊണ്ടുള്ള ഉപകാരം അല്ലാഹു എന്നെന്നും നിലനിർത്തട്ടെ എന്ന് ആമുഖമായി പ്രാർത്ഥിച്ചുകൊണ്ടാണ് ആ ചോദ്യം ഇവിടെ രേഖപ്പെടുത്തുന്നത്. മഹാനവറുകളോട് ചോദിക്കപ്പെട്ടു, എന്ത്? മല്ലദീ യജിബു അലൈനാ തഅല്ലുമുഹു വഇഅ്തിഖാദുഹു ബയ്യിനൂ ലനാ ബയാനൻ ശാഫിയൻ ലാ യുഹ്താജു മഅഹു ഇലാ മുറാജഅത്തി മുസന്നഫിൻ വലകുമുസ് സവാബുൽ ജസീലു മിനൽ മലിക്കിൽ ജലീൽ. ഇതാണ് ചോദ്യം. അതിന്റെ സാരം നമുക്ക് ഇങ്ങനെ ഗ്രഹിക്കാം. എന്താണ് നമുക്ക് പഠിക്കൽ നിർബന്ധമായത്? എന്താണ് നമ്മൾ വിശ്വസിക്കൽ നിർബന്ധമായത്? ബഹുമാനപ്പെട്ടവരെ, നിങ്ങൾ നല്ലവണ്ണം സംശയങ്ങളൊക്കെ ദൂരീകരിച്ച് പരിപൂർണമായൊരു രീതിയിലുള്ള നല്ല തെളിഞ്ഞ ഷാഫിയും ബയാനുമായ ഒരു വിശദീകരണം ഈ ചോദ്യത്തിന് അവിടുന്ന് നൽകണം. ആ ചോദ്യത്തിന് ഉത്തരം നൽകിക്കഴിഞ്ഞാൽ അതോടൊപ്പം ഞങ്ങൾക്കിനി വേറൊരു കിതാബ് തിരയേണ്ടതോ വേറൊരു കിതാബ് പരിചയേണ്ട ഒരാവശ്യം വരരുത്. ആ രൂപത്തിലുള്ള ഒരു മറുപടി ഇതാ ഞങ്ങൾ കാക്ഷിക്കുകയാണ് അങ്ങയിൽ നിന്ന്.
നിങ്ങൾക്കെല്ലാവർക്കും രാജാതിരാജനായ ജലീലായ മരിക്കായ അള്ളാഹുവിൽ നിന്ന് വലിയ പ്രതിഫലം ഉണ്ടാവട്ടെ. ഇങ്ങനെയാണ് ചോദിച്ചത്. ഇനി ആ ചോദ്യമാണ്, അതിന്റെ മറുപടിയാണ് വിശദീകരിക്കാൻ പോകുന്നത്. ഫഅജാബ ബിഖൗലിഹി, ബഹുമാനപ്പെട്ടവർ ആ ചോദ്യത്തിനുള്ള മറുപടി ഇതാ കൊടുക്കുന്നു. യജിബു അലാ കുല്ലി മുകല്ലഫിൻ വുജൂബൻ ഐനിയ, പ്രായപൂർത്തിയും ബുദ്ധിയുമുള്ള എല്ലാവരുടെ മേലും നിർബന്ധമാണ്. എന്ത് നിർബന്ധം? വുജൂബ് ഐനിയ, ഫറള് ഐനാണ്. ഓരോ തടിക്കും അത് ബാധ്യതയാണ്. ആ ഒരു തടി അത് നിറവേറ്റിയില്ലെങ്കിൽ കുറ്റം ആ തടിക്കുണ്ടാകും. ലാ റുഖ്സത ഫീ തർക്കിഹി, ആ ഒരു കാര്യം ഉപേക്ഷിക്കുന്നതിൽ യാതൊരു ഇളവും ഇസ്ലാം വെച്ചിട്ടില്ല. എന്താ നിർബന്ധമെന്നല്ലേ അറിയേണ്ടത്? അൻ യതഅല്ലമ ലവാഹിറൽ ഇഅ്തിഖാദാത്തിൽ വാരിദതി ഫിൽ കിതാബി വസ്സുന്നതി, കിതാബിലും സുന്നത്തിലും വന്നതായ ഏതെല്ലാം വിശ്വാസ കാര്യങ്ങളുണ്ടോ ആ വിശ്വാസ കാര്യങ്ങൾ പ്രത്യക്ഷമായതൊക്കെ പഠിക്കണം. എന്തോടൊപ്പമായിരിക്കണം പഠിച്ച് മനസ്സിലാക്കേണ്ടത്? മാ തൻസീഹില്ല, അള്ളാഹുത്തേലയെ പരിശുദ്ധപ്പെടുത്തലോടൊപ്പം. എന്തിനെ തൊട്ട് പരിശുദ്ധപ്പെടുത്തണം? മിമ്മാ ഹുവ മുഹാൻ മിമ്മാ യഖ്തളി ജിസ്മൻ ഔ ജിഹത്തൻ, അള്ളാഹുത്തേലാക്ക് ഇന്ന ഭാഗത്താണ് അള്ളാഹ്, അല്ലെങ്കിൽ അള്ളാഹ്ക്ക് തടിയുണ്ട് എന്നതിന് തേടിക്കൊണ്ടിരിക്കുന്ന പദങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അത്തരം പദങ്ങളെയൊക്കെ തൊട്ട് അള്ളാഹുവിന്റെ മേൽ അത്തരം ജിസ്മുണ്ടാവുക, ജിഹത്തുണ്ടാവുക എന്നുള്ളത് അസംഭവ്യമാണ്, മുഹാലായ കാര്യമാണ്, ഉണ്ടാവാൻ പാടില്ല. അത്തരം കാര്യങ്ങളെ തൊട്ടെല്ലാം അള്ളാഹു തആലയെ പരിശുദ്ധപ്പെടുത്തുന്നതോടൊപ്പം തന്നെ ഖുർആനിലും തിരുസുന്നത്തുകളിലും അള്ളാഹുവിനെ കുറിച്ചുള്ള വിശ്വാസങ്ങൾ എന്തൊക്കെയാണോ വന്നിട്ടുണ്ട് എങ്കിൽ അതിന്റെ വിശ്വാസമായി പ്രകടമായി നിൽക്കുന്ന എല്ലാം പഠിക്കൽ നിർബന്ധമാണ്. വൽ ആയാത്തു വൽ അഹാദീസു അല്ലതി ഫീഹാ ദിക്റുൽ വജ്ഹി വൽ യദി, കയ്യ്, മുഖം എന്നീ പദങ്ങൾ എന്ന ആശയത്തിന്റെ മേൽ അറിയിക്കുന്ന പദങ്ങൾ, വജ്ഹ്, യദ്, കൈ, ഇതുപോലെ ഉള്ള പദപ്രയോഗങ്ങളിൽ ധാരാളം ഹദീസിലുണ്ട്, ആയത്തുകളിലും ഉണ്ട്. ഫഹാദിഹി വനഹുഹാ ഫീഹാ മദ്ഹബാനി, അല്ലാഹു തആലാക്ക് വജ്ഹുണ്ടെന്നോ അല്ലാഹു തആലാക്ക് യദുണ്ടെന്നോ ആരും വിശ്വസിക്കുന്നില്ല, വിശ്വസിക്കാനും പാടില്ല. എങ്കിൽ അല്ലാഹു തആലാന്റെ കലാമായ വിശുദ്ധ ആയത്തുകളിലൂടെയും അതിന്റെ വ്യാഖ്യാനമായിരിക്കുന്ന ഹബീബ നബിയുടെ തിരുമൊഴികളിലൂടെയും വജ്ഹും യദുക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. എങ്ങനെയാണ് അതിനെ നമ്മൾ വിശകലനം ചെയ്യേണ്ടത്? എങ്ങനെയാണ് അതിനെക്കുറിച്ച് നമ്മൾ പഠിക്കേണ്ടത്? ഫഹാദിഹി വനഹുഹാ, ഇതും ഇതുപോലെയുള്ളതായിരിക്കുന്ന പദപ്രയോഗങ്ങളെല്ലാം അഥവാ സൃഷ്ടികൾക്കുണ്ടാകുന്നതൊക്കെ ഖാലിഖായ അല്ലാഹ് ഉണ്ടാവാൻ പാടില്ല. ഉണ്ടെന്ന് തോന്നിപ്പിക്കുന്ന പദങ്ങൾ വന്നേക്കാം. അങ്ങനെയുള്ള പദങ്ങളെ കുറിച്ച് എന്ത് ചർച്ചയാ നമുക്ക് നടത്താനുള്ളത്? ഫീഹാ മദ്ഹബാനി, അത്തരം പദങ്ങളിൽ ഉള്ള വ്യാഖ്യാനത്തിന് രണ്ട് വിധം മദ്ഹബുകൾ ഉണ്ട്. ഇവിടെ രണ്ട് മദ്ഹബുകളാണ് പോയിട്ടുള്ളത്. ഒന്ന് മദ്ഹബ് സലഫ്, സലഫിന്റെ മദ്ഹബാണ്. സലഫിന്റെ മദ്ഹബ് എന്താ? വഹുവൽ അസ്ലമു, അതാണ് ഏറ്റവും രക്ഷപ്പെട്ട മാർഗവും. വഹുവ അൻ യുഫവ്വല ഇൽമു ഹഖായിഖിഹാ ഇലല്ലാഹി മിനത് തൻസീഹി മിമ്മാ ദല്ലത് അലൈഹി ലവാഹിറുഹാ മിമ്മാ ഹുവ മുസ്തഹീറുൻ അലല്ലാഹി. ഇതാണ് സലഫിന്റെ മദ്ഹബ്. എന്താ പറഞ്ഞതിന്റെ അർത്ഥം? അത് നമ്മൾ അറിയണല്ലോ. സലഫിന്റെ മദ്ഹബ് ഇങ്ങനെയുള്ള വജ്ഹ്, യദ് പോലത്തെ പദങ്ങൾ ഖുർആനിലും ഹദീസിലും ധാരാളം ഉണ്ടല്ലോ. അത്തരം പദങ്ങളെ കുറിച്ചുള്ള ഹഖീഖത്തുള്ള അതിന്റെ അറിവുകൾ, യഥാർത്ഥ അറിവ് ആർക്ക് മാത്രമേ അറിയുള്ളൂ? അള്ളാഹ്ക്ക് മാത്രമേ അറിയൂ. അതെല്ലാം അള്ളാഹുവിലേക്ക് എന്താവുക? ഏൽപ്പിച്ചു കൊടുക്കുക. പിന്നെ തൻസീഹി മിമ്മാ ദല്ലത്ത് അലൈഹി ലവാഹിറുഹാ മിമ്മാ ഹുവ മുസ്തഹീറുൻ അലല്ലാഹ്. ഈ പദങ്ങൾ അതിന് പെട്ടെന്ന് മനസ്സിലാക്കി തരുന്ന പദങ്ങൾ എന്താ? യഥാർത്ഥ മുഖം, യഥാർത്ഥ കൈ നമുക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ. അത്തരം മുഖങ്ങളും കൈകളൊന്നും ആർക്കില്ല? അള്ളാഹുവിനില്ല. അത് അള്ളാഹുവിന്റെ മേൽ അസംഭവ്യമാണ്, ഉണ്ടാവാൻ പാടില്ലാത്തതാണ്, മുസ്തഹീലായ സിഫത്താണത്. അത്തരം മുസ്തഹീലായിരിക്കുന്ന കാര്യങ്ങളെ തൊട്ടെല്ലാം ഇങ്ങനെ അറിയിക്കുന്ന പദങ്ങൾ, ഇത്തരം പദങ്ങളെ തൊട്ടൊക്കെ റബ്ബുൽ ഇസ്സത്ത് പരിശുദ്ധമാക്കണം. ആ റബ്ബുൽ ഇസ്സത്തിനെ പരിശുദ്ധമാക്കിക്കൊണ്ട് തന്നെ അതിന്റെ യഥാർത്ഥ അർത്ഥം, അതിന്റെ യഥാർത്ഥ ആശയം ഒക്കെ ആർക്ക് മാത്രമേ അറിയൂ? അള്ളാഹുവിലേക്ക് മാത്രമേ അറിയൂ എന്ന് പറഞ്ഞുകൊണ്ട് ആ പദങ്ങൾ അങ്ങോട്ട് വിടുക. അതിനെ വ്യാഖ്യാനിക്കുവാനോ നമ്മൾ മനസ്സിലാക്കിയ രൂപത്തിലുള്ള അർത്ഥം പറയുവാനോ നിൽക്കണ്ട.
അത് അള്ള പറഞ്ഞതുപോലെ അവിടെ കടന്നോട്ടെ എന്ന് മനസ്സിലാക്കി അതിന്റെ ഹഖീഖത്ത് അല്ലാഹു തആലയ്ക്ക് എന്ന് പറഞ്ഞു വിടുക. ഇതാണ് സലഫിന്റെ മദ്ഹബ്. ഇത് അസ്ലവുമാണ് എന്ന് പറയുന്നു. ഇനി മദ്ഹബുൽ ഖലഫി, സലഫ് കഴിഞ്ഞാൽ പിന്നെ ഖലഫുണ്ടല്ലോ, ഖലഫിന്റെ മദ്ഹബ്. വഹുവ ഖലഫിന്റെ മദ്ഹബ് എന്താ? അൻ തുഖ്റജ തിൽക്കൻ നുസൂസു അൻ ലവാഹിരിഹാ. വജ്ഹ് യദ് എന്ന് പറയും നസ്സാണല്ലോ. അത്തരം നസ്സുകളെ അതിന് പെട്ടെന്ന് മനസ്സിലാക്കി കിട്ടുന്ന വജ്ഹ് എന്ന് പറഞ്ഞാൽ നമുക്കൊന്ന് തിരിയുന്ന ഒന്നുണ്ട്. യദ് എന്ന് പറഞ്ഞാൽ നമുക്ക് തിരിയുന്നൊരു അർത്ഥമുണ്ട്. ജിസ്മ്, ജിഹത്ത്, ഇതൊക്കെ നമുക്ക് തിരിയുമല്ലോ. ഇത്തരം തിരിയുന്നതായിരിക്കുന്ന അതിന്റെ പ്രകടമായിരിക്കുന്ന ആശയങ്ങളുണ്ട് വെളിവാകുന്നത്. അത്തരം കാര്യങ്ങളെ തൊട്ടൊക്കെ ഈ നസ്സായ പദങ്ങളെ തെറ്റിക്കണം, പുറപ്പെടുവിക്കണം. അതിന് നേരർത്ഥം കൊടുക്കാൻ പാടില്ല. അള്ളാഹ്ക്ക് തടിയുണ്ട്, അള്ളാഹ്ക്ക് വാഹമുണ്ട്, കൈയുണ്ട്, മുഖമുണ്ട് എന്ന് നേരർത്ഥം ഇതൊന്നും കൊടുക്കണ്ട. ഇതൊക്കെ നസ്സായ പദങ്ങളായിരിക്കെ വ്യക്തമായ പദങ്ങളാണ്. ഇത്തരം പദങ്ങളെ അതിന്റെ അല്ലാഹുവിനെ തൊട്ട് തിരിച്ചു കളയണം. എന്നിട്ട് എന്ത് ചെയ്യണം? അല്ലാഹു തആല രാജാതിരാജനായ ഇലാഹായ റബ്ബല്ലേ. ആ ഇലാഹായ റബ്ബിന് ഈ പറഞ്ഞതായിരിക്കുന്ന പദങ്ങൾ വരുമ്പോൾ ഈ പദങ്ങൾ അള്ളാഹുവിനോട് യോജിച്ചുകൊണ്ട് എങ്ങനെയാണോ വ്യാഖ്യാനിക്കാൻ പറ്റുക ആ രൂപത്തിലായിരിക്കണം അതിനെ വ്യാഖ്യാനിക്കേണ്ടതും ചുമത്തേണ്ടതും. അല്ലാതെ നേരർത്ഥം കൊടുക്കുകയല്ല വേണ്ടത് എന്നതാണ് ഖലഫിന്റെ മദ്ഹബ്. അതിന്റെ ഉദാഹരണമായി പറയാം, കഹംലിൽ ഇസ്തിവാഇ അലൽ ഇസ്തിലാ. ഇല്ലേ, ഇസ്തിവാ എന്ന് പറയുന്ന ഒന്നുണ്ടല്ലോ. എന്താ ഇസ്തിവാ? അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഇസ്തിവാ ഉണ്ടെന്ന് പറയുന്നു. അതെവിടെയാ? ഇന്ന റബ്ബക്കുമുല്ലാഹുല്ലദീ ഖലഖസ് സമാവാതി വൽ അർള ഫീ സിത്തത്തി അയ്യാമിൻ എന്ന് പറഞ്ഞ ആയത്തിന്റെ പിറകിൽ തൊട്ട് തന്നെ പറയുന്നു സുമ്മസ്തവാ അലൽ അർശി എന്ന്. സിംഹാസനം, അല്ലാഹു തആലാന്റെ സിംഹാസനമാണല്ലോ അർശ്. ആ അർശിൽ അല്ലാഹു തആലാക്ക് ഇസ്തിവാ ഉണ്ട് എന്നാ. എന്താണ് ഇസ്തിവാഇനോട് അർത്ഥം വെച്ച് നേരെ അല്ലാഹു തആല സിംഹാസനത്തിന്റെ മേൽ ആസസ്തനായി അർത്ഥം വെക്കാൻ പറ്റുമോ? അതിന്റെ മേൽ ഇരിക്കുന്നവനാണ്, സമമായിരിക്കാതെ അർത്ഥം വെക്കാൻ പറ്റില്ല. അവിടെ ഇസ്തിവാ എന്ന് അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ നേരർത്ഥം മാറ്റിയിട്ട് അതിനൊരു വ്യാഖ്യാനം കൊടുക്കാനുണ്ട്. അതിന്റെ വ്യാഖ്യാനത്തിൽ ബഹുമാനപ്പെട്ട ഇബ്നു കസീർ റളിയല്ലാഹു തആല എന്ന് പറയുന്നത് എന്താ? ഫലിന്നാസി ഫീ ഹാദൽ മഖാമി മഖാലാത്തുൻ കസീറത്തുൻ ജിദ്ദാ. ഈ വിഷയമായിട്ട് സുമ്മസ്തവാ അലൽ അർശ് എന്ന് പറയുന്ന ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ ഒരുപാട് സ്ഥലങ്ങൾ, ഒരുപാട് സംസാരം ഇവിടെ ജനങ്ങൾക്കുണ്ട്, പണ്ഡിതന്മാർക്കുണ്ട്. എങ്കിൽ ലൈസ ഹാദാ, ഇത് മൗളിഅ ബസ്തിഹ, ഇത് കൂടുതൽ വിശദീകരിച്ച് പറയേണ്ട മഖാമല്ല ഇത്. പിന്നെ എന്ത് ചെയ്യണം? ഇന്നമാ നസ്ലുകു ഫീ ഹാദൽ മഖാമി മദ്ഹബസ് സലഫി സ്വാലിഹി. നമ്മൾ ഈ മഖാമിൽ ചർച്ച ചെയ്യുമ്പോൾ നമ്മളൊന്നും വിശദീകരിക്കേണ്ടതില്ല. ഇവിടെ പൂർവികന്മാരായ സലഫ് സ്വാലിഹികൾ ചെയ്തൊരു മദ്ഹബുണ്ട്, അവിടേക്ക് നമുക്ക് പോവാം. ആരാ സലഫ് സ്വാലിഹികൾ? മാലിക് റളിയല്ലാഹു അൻഹു, ഔസാഇ റളിയല്ലാഹു അൻഹു, സൗരി റളിയല്ലാഹു അൻഹു, ലൈസ് ബിൻ സഅദ്, ഷാഫിഈ, അഹ്മദ്, ഇസ്ഹാഖ് ബിൻ റാഹുവൈഹി വഗൈറുഹും റളിയല്ലാഹു അൻഹും മിൻ അഇമ്മത്തിൽ മുസ്ലിമീൻ. മുസ്ലിം പണ്ഡിതന്മാരിൽ പെട്ടതായിരിക്കുന്ന ഈ പ്രമുഖന്മാരായിരിക്കുന്ന സലഫ് സ്വാലിഹീങ്ങൾ ഇവരുടെ മദ്ഹബും ഇന്നും എന്നും കൊണ്ട് എന്താണോ മദ്ഹബ് അതനുസരിച്ച് പോവുകയാണ് വേണ്ടത്. വഹുവ ഇംറാറുഹ, അവർ ചെയ്ത മദ്ഹബ് എന്താണ്? ഈ പറഞ്ഞ ആയത്തിന്റെ വ്യാഖ്യാനം എങ്ങനെയാണോ കമാജാഅത്ത്, അത് എങ്ങനെയാണോ വന്നതെങ്കിൽ അത് അങ്ങനെ തന്നെ അങ്ങ് നടത്തിപ്പോയാൽ മതി. അതിനെ നമ്മൾ വ്യാഖ്യാനിച്ചുകൊണ്ട് തുമ്പില്ലാതാക്കാൻ നിൽക്കണ്ട. മിൻ ഗൈരി തക്യീഫിൻ വലാ തശ്ബീഹിൻ വലാ തഹ്തീരിൻ. അള്ളാഹ്ക്കുള്ള സിഫത്തുകൾ ഒന്നും മുടക്കാതെ അള്ളാഹ്ക്ക് തുല്യതയില്ലാത്ത രൂപത്തിൽ, രൂപം മനസ്സിലാകാത്ത വിധത്തിൽ ഏകനായി നിൽക്കുന്ന അള്ളാഹു തആലക്കുള്ള ഒരു ഇസ്തിവാ അവിടെയുണ്ട്. അതങ്ങനെ തന്നെ അങ്ങ് വെച്ചു കൊടുക്കുക എന്നല്ലാതെ നമ്മൾ മനസ്സിലാക്കുന്ന രീതിയിലുള്ള ഇസ്തിവാ അല്ല വേണ്ടത് എന്നാണ് മഹാരഥന്മാരായിരിക്കുന്ന മുഫസ്സിറുകൾ നമ്മോട് പറഞ്ഞു തരുന്നത്. ഇങ്ങനെയായിരിക്കണം നമ്മൾ ചിന്തിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതും. ഇല്ല എങ്കിൽ അപകടം പിഴയും. ബഹുമാനപ്പെട്ട അയിമ്മത്തുകൾ പറയുന്നു, അയിമ്മത്തിന്റെ കൂട്ടത്തിൽപ്പെട്ടവരാണ് ആര്? നഈം ഇബ്നു ഹമ്മാദുൽ ഖുസാഇ എന്ന് പറയുന്ന മഹാൻ ഷെയ്ഖുൽ ബുഖാരി, നമ്മുടെ ബുഖാരി ഇമാമിന്റെ ഷെയ്ഖായിരിക്കുന്ന നഈം ഇബ്നു ഹമ്മാദുൽ ഖുസാഇ എന്ന് പറയുന്ന മഹാൻ പറയുന്നു, ഖാല മൻ സബ്ബഹല്ലാഹ ബിഖൽഖിഹി കഫറ. സൃഷ്ടിജാലങ്ങളിൽ നിന്ന് ഏതെങ്കിലും ഒന്നിനോട് അള്ളാഹുവിനെ ആരെങ്കിലും സാദൃശ്യപ്പെടുത്തിയാൽ
കഫറ, അവൻ ഇസ്ലാം എന്ന് പുറത്തുപോയി, സത്യനിഷേധിയായി. വമൻ ജഹദ മാ വസഫല്ലാഹു ബിഹി നഫ്സ, സ്വന്തം ശരീരത്തിന് അല്ലാഹു തആല തന്നെ വിശേഷണം നൽകിയ ആ ഒരു വിശേഷണത്തെ ആരെങ്കിലും നിഷേധിച്ചാൽ ഫഖദ് കഫറ, അവൻ കാഫിറായി പോയി. വലൈസ ഫീമാ വസഫല്ലാഹു ബിഹി നഫ്സഹു വലാ റസൂലുഹു തശ്ബീഹൻ, അല്ലയോ അല്ലാഹുവിന്റെ ദൂതരോ വിശേഷണം നൽകിയ ഒന്നിൽ തുല്യതയേ ഇല്ല. തുല്യതയില്ലാത്ത ഒന്ന് ഫമൻ അസ്ബത ലില്ലാഹി തആല, അപ്പോൾ അല്ലാഹു തആലക്ക് വേണ്ടി ആരെങ്കിലും സ്ഥിരപ്പെടുത്തിയാൽ മാ വറദത് ബിൽ ആയാതു സരീഖതു വൽ അഖ്ബാറു സഹീഹ, സ്വഹീഹായിരിക്കുന്ന ഹദീസുകളും വ്യക്തമായ ആയത്തുകളും വന്നതിലുള്ളതിനെ അല്ലാഹു തആലക്ക് സ്ഥിരപ്പെടുത്തിയാൽ അലൽ വജ്ഹില്ലദി യലീഖു ബിജലാലില്ലാഹ്, അല്ലാഹു തആലയുടെ ജലാലിനോട് യോജിക്കുന്ന വിധത്തിൽ അതങ്ങനെ തന്നെ സ്ഥിരപ്പെടുത്തി കൊടുത്താൽ വനഫാലില്ലാഹി തആല നഖായിസ, അതുപോലെ അല്ലാഹു തആലക്ക് ന്യൂനതകളായ ഒന്നും തന്നെയില്ല, അതെല്ലാം ഒഴിവാക്കിക്കൊണ്ട് ആരെങ്കിലും ഇങ്ങനെയുള്ളതായ രൂപത്തിൽ സ്ഥിരപ്പെടുത്തി കൊടുത്താൽ ഫഖദ് സലക ജബീലൻ ഹുദാ, നിശ്ചയം അവൻ സന്മാർഗത്തിന്റെ പാതയിൽ പ്രവേശിച്ചു. അതാണ് മഹാനവറുകൾ ഇവിടെ പറഞ്ഞത്. എന്ത്? അതിന്റെ നേരർത്ഥമൊന്നും വെക്കാൻ പാടില്ല, അതിനെ മാറ്റി വെക്കേണ്ടതുണ്ട്. അല്ലാഹു തആലയോട് യോജിച്ചതായ രീതിയിലുള്ള അർത്ഥം കൽപ്പിക്കേണ്ടതുണ്ട്. അതിന് ഉദാഹരണമായി സാമ്പിൾ പറയുന്നു. കഹംലിൽ ഇസ്തിവാ, നമ്മൾ ഇപ്പോൾ സംസാരിച്ച ഇസ്തിവാ, ആ ഇസ്തിവായുടെ നേരർത്ഥം അല്ല വെക്കേണ്ടത്, അവിടെ മാറ്റി എന്തിന്റെ മേൽ ചുമത്തി? അൽ ഇസ്തിലായി, അല്ലാഹു തആലാന്റെ പടപ്പുകളിൽ വലിയ ഗോളമായിരിക്കുന്ന സിംഹാസനമാവുന്ന അർശ്, ആ അർശിന്റെ മേൽ അല്ലാഹു തആലക്ക് അധികാരമുണ്ട് എന്നാണ് അവിടെ അർത്ഥം വെക്കേണ്ടത്. വൽ വജ്ഹ്, വജ്ഹ് എന്ന് പറഞ്ഞാൽ മുഖമാണ് എന്നല്ലേ, അതല്ല അവിടെ അർത്ഥം വെക്കേണ്ടത്, അതിനെ മാറ്റി, അതിന്റെ ലാഹിറായ അർത്ഥം മാറ്റിയിട്ട് എവിടേക്ക് ചുമത്തി? അലദാത്തിൽ വുജൂദ്, വുജൂദ് നിർബന്ധമായ ദാത്തുൽ വുജൂദ് ഇവിടെ ഉണ്ട്. വജ്ഹ് എന്ന് പറഞ്ഞാൽ നിർബന്ധമായിരിക്കുന്ന, ഉണ്ടാവൽ നിർബന്ധമായ ദാത്ത് അതല്ലയാണ്, അവിടേക്ക് വെക്കുക. വൽ ഐൻ, അല്ലാഹ്ക്ക് കണ്ണുണ്ടെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എങ്ങനെ വെക്കണം? അലാ തമാമിർ റിആയതി വൽ കലഇ വൽ ഹിഫ്ള്, വേണ്ടതുപോലെ എല്ലാവരും സൂക്ഷിക്കുന്നുണ്ട്, നോക്കുന്നുണ്ട്, സംരക്ഷിക്കുന്നുണ്ട് എന്ന അർത്ഥത്തിലേക്കാണ് ഐന് കൊടുക്കേണ്ടത്. അങ്ങനെയാണ് ഐനിന്റെ അർത്ഥം വെക്കേണ്ടത്. വൽ യദ്, അല്ലാഹ്ക്ക് കൈയുണ്ടെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നേരെ കൈയല്ല, എന്തിന്റെ മേൽ ചുമത്തണം? അൽ ഖുദ്റത്ത്, അല്ലാഹ്ക്ക് കഴിവുണ്ട് എന്നാണ് അതിന്റെ അർത്ഥം. വൽരിജ്ലി, കാലുണ്ടെന്ന് വന്നാൽ എന്താ അതിന്റെ അർത്ഥം? അൽ ഖൗമി വൽ ജമാഅത്തിൽ മുഖദ്ദമൈനി, മുന്തിക്കപ്പെട്ടതായിരിക്കുന്ന ജനവിഭാഗം, സമൂഹം എന്നതാണ് റിജ്ലി എന്നതിന്റെ അർത്ഥം. അല്ലാതെ നമ്മെ പോലെ കാലുണ്ടെന്നോ കൈയുണ്ടെന്നോ മുഖമുണ്ടെന്നോ വിശ്വസിക്കലല്ല. ഇതല്ലാത്ത ഏതെല്ലാം സൃഷ്ടികൾക്ക് സമാനമായി വരുന്നുണ്ടോ അതിന്റെയൊക്കെ അർത്ഥം അങ്ങ് മാറ്റിയിട്ട് അല്ല പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഹദീസിൽ അതുണ്ടെങ്കിൽ അതാണ് ഇതിന്റെ അർത്ഥം എന്ന് മനസ്സിലാക്കിയിട്ട് ആ അർത്ഥം ചുമത്തി കൊടുക്കണം. അല്ല ലാഹിറായ അർത്ഥം അവിടെ കൊടുക്കരുത്. മിമ്മാ ഹുവ മബ്സൂത്തുൻ ഫീ കുതുബിൽ അഖായിദി വഗൈരിഹാ, ഇത്തരം വിഷയങ്ങളൊക്കെ വിശ്വാസപരമായി ചർച്ച ചെയ്യുന്ന കിതാബുകളിലും അല്ലാത്ത കിതാബുകളിലും ഒക്കെ വന്നിട്ടുണ്ട്. മഹാനായ ഇമാം ഗസാലി റളിയല്ലാഹു തആല അൻഹുവിന്റെ കിതാബ്, തഫ്സീറുകൾ, മറ്റുള്ള സറഹുൽ അഖായിദ, ഇതൊക്കെ പരതിയാൽ ഇതൊക്കെ നമുക്ക് ലഭിക്കും. അങ്ങനെയാണ് അതിനെക്കുറിച്ച് നമുക്ക് പറയാനുള്ളൂ. അപ്പൊ അതുകൊണ്ട് നേരർത്ഥം കൊടുക്കരുത്. അപ്പൊ ഈ വിഷയമൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനെക്കുറിച്ച് അറിയണം. അപ്പൊ അല്ലാഹു തആലാനെ കുറിച്ചുള്ള വിശ്വാസം ഇങ്ങനെ വന്നാൽ, കയ്യും മുഖമൊക്കെ വന്നാൽ എങ്ങനെ വിശ്വസിക്കേണ്ടത് എന്നാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. അതിന് നേരർത്ഥം കൊടുക്കാതെ അതിന് അല്ലാഹുവിനോട് യോജിച്ച രീതിയിലുള്ള അർത്ഥം കൊടുത്ത് മനസ്സിലാക്കി പഠിക്കണം. ഇത് പഠിക്കൽ മുസ്ലിമായ എല്ലാ സ്ത്രീ പുരുഷന്മാർക്കും നിർബന്ധമാണ്. ഇതറിയാതെ പോയാൽ അല്ലാഹ്ക്ക് കൈയുണ്ടെന്ന് പറയുന്നവരുണ്ട്, തടിയുണ്ട്, ഭാഗമുണ്ട്, മുഖമുണ്ട്, കണ്ണുണ്ട്, സൃഷ്ടികളെ പോലെ തന്നെയാണ് അല്ലാഹു എന്ന് വാദിക്കുന്നവരുണ്ട്. ഇതറിയാതിരുന്നാൽ യദ് പറഞ്ഞല്ലോ ഖുർആനിൽ, വജ്ഹ് പറഞ്ഞല്ലോ, ഇസ്തിവ പറഞ്ഞല്ലോ, അതൊക്കെ സൃഷ്ടികൾക്കുള്ളതല്ലേ. അപ്പൊ അല്ലാഹു തആലാക്ക് അതുണ്ടെന്ന് പെട്ടെന്ന് മനസ്സിലായി പോകും. അപ്പോ ഇത്തരം പൊള്ളവാദങ്ങൾ, കുഫറിലേക്ക് കൂട്ടുന്ന വാദങ്ങൾ വരുമ്പോൾ അങ്ങനല്ല ഇതിന്റെ അർത്ഥം, ഇസ്തിവാഹിന്റെ അർത്ഥം അങ്ങനെയല്ല, വജ്ഹിന്റെ അർത്ഥം അതല്ല, ഐനിന്റെ അർത്ഥം അതല്ല എന്ന് മനസ്സിലാക്കി കൊടുക്കണമെങ്കിൽ നമ്മൾ ഈ പറഞ്ഞതുപോലെ പഠിക്കണം. അപ്പോ വജ്ഹ് എന്ന് പറയുമ്പോൾ
ദാത്തുൽ വുജൂദ്, നിർബന്ധമായി ഉണ്ടാവൽ തന്ന ദാത്ത് അല്ലാഹ്. ഐൻ എന്ന് പറയുമ്പോൾ പരിപൂർണമായി സൂക്ഷിക്കുന്നവൻ, പരിപൂർണമായി സംരക്ഷിക്കുന്നവൻ, വേണ്ടതുപോലെ നോക്കുന്നവൻ. അതുപോലെ ഇസ്തില എന്നതാണ് ഇസ്തിവാന്റെ അർത്ഥം. ഇസ്തിവ എന്ന് പറഞ്ഞാൽ അധികാരം നടത്തുക എന്നുള്ളതാണ്. കൈ എന്ന് പറഞ്ഞാൽ ഖുദ്റത്ത് എന്നാണ് അർത്ഥം. ഇങ്ങനെയൊക്കെയാണ് വേണ്ടത്. ഇങ്ങനെയാണ് സലഫിന്റെയും ഖലഫിന്റെയും ഒക്കെ മദ്ഹബുകൾ. ഇപ്പോൾ നമ്മൾ പറഞ്ഞത് ഖലഫിന്റെ മദ്ഹബാണ്. സലഫിന്റെ മദ്ഹബ് ഇത്രയൊന്നും വ്യാഖ്യാനമൊന്നുമില്ല. എല്ലാ ന്യൂനതകളെ തൊട്ടും അല്ലാഹു തആല പരിശുദ്ധനാണ്. അള്ളാഹ്ക്ക് ഉണ്ടാവാൻ പാടില്ലാത്ത എല്ലാ സിഫത്തിനെ തൊട്ടും അള്ളാഹു തആല പരിശുദ്ധനായിരിക്കെ ഇവിടെ ഈ പറഞ്ഞതായിരിക്കുന്ന പദങ്ങളുടെ നേരാർത്ഥമൊക്കെ പടച്ചോനെ അറിയൂ, അത് അള്ളാഹുവിലേക്ക് ഏൽപ്പിക്കുക എന്നുള്ളതാണ് സലഫ് പറഞ്ഞത്. അതാണ് ഒന്നും കൂടി അസ്ലമ്. ശരി, എങ്കിൽ ഈ രണ്ട് മദ്ഹബും ഇവിടെ ഉണ്ട്. അപ്പോ ഈ രണ്ട് മദ്ഹബും ഇപ്പോ ഏത് കാര്യത്തിൽ യോജിക്കുന്നു? രണ്ട് വ്യാഖ്യാനം നൽകിയാലും സലഫിന്റെയും ഖലഫിന്റെയും മദ്ഹബുകൾ فالمذهبان متفقان على التنزيه عن ظواهر تلك النصوص المشكلة. അല്ലാഹു തആലാക്ക് പറഞ്ഞ ഈ സിഫത്തുകളൊക്കെ ഉണ്ടാകുമെന്ന് തോന്നിപ്പിക്കുന്ന വിധം സംശയം വരാം. ഇങ്ങനെ സംശയം വരുത്തുന്ന നസ്സുകളായ യദ്, റിജ്ല്, ഐന്, വജ്ഹ്, ഇസ്തിവാ ഇതുപോലത്തെ നസ്സായ പദങ്ങൾ, ലാഹിറുകൾ, ഇത്തരം ലാഹിറുകളെ തൊട്ട് അതിൽ നിന്ന് പെട്ടെന്ന് മനസ്സിലാകുന്ന ഒന്ന് നമുക്കുണ്ട്, സൃഷ്ടികൾക്ക് തുല്യമായി വരുന്ന അത്തരം മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്നതിനെ തൊട്ട് അല്ലാഹു തആല പരിശുദ്ധനാണ് എന്ന കാര്യത്തിന്റെ മേൽ സലഫിന്റെ മദ്ഹബോ ഖലഫിന്റെ മദ്ഹബോ വിരുദ്ധമല്ല. അവ രണ്ടുപേരും ഇത്തിഫാഖാണ് എന്ന് മനസ്സിലാക്കിയെടുക്കുക. അപ്പൊ ഈ രണ്ടാളും മദ്ഹബാണ്. ഇത്തരം ആശയങ്ങളിൽ, ഇത്തരം പദങ്ങളിൽ നാം ഉൾക്കൊള്ളേണ്ടതും സ്വീകരിക്കേണ്ടതും. ഇത് നമുക്ക് അറിയണ്ടേ, അതിന് പഠിക്കണം. അറിവുള്ള ഉസ്താദന്മാരത്ത് പോയി പഠിക്കണം. അപ്പൊ നമ്മൾ ഇപ്പോൾ പഠിച്ചിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല. പഠിക്കാനുള്ള എല്ലാ സംവിധാനവും ഇപ്പോൾ അല്ലാഹു തആല നമുക്ക് തന്നിട്ടുണ്ട്. ഇഷ്ടം പോലെ കോളേജുകൾ, ഇഷ്ടം പോലെ മുസ്ലിയാക്കന്മാര്, ഇഷ്ടം പോലെ വയലുകൾ, ക്ലാസ്സുകളൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പൊ പഠിക്കണം. അള്ളാന്റെ മുന്നിൽ ചെന്നിട്ട് ഞാൻ പഠിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ അത് നടക്കൂല എന്നുള്ളതാണ് ബഹുമാനപ്പെട്ട ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി പോലത്തെ മഹാരഥന്മാർ പറയുന്നത്. അത് നമ്മൾ ശ്രദ്ധിക്കുക. അപ്പൊ നമുക്ക് അനിവാര്യമാണ് പഠിക്കൽ. പിന്നെ ഈ രണ്ട് മദ്ഹബുകൾ വ്യത്യാസമായത് എവിടെ? അത് നമ്മൾ അറിയണല്ലോ. ഹൽ യുഫവ്വലു ഇൽമുഹാ ഇലല്ലാഹി തആല വലാ യുതഅറദു ലിതഅവീലിഹാ. ഈ പറഞ്ഞ നസ്സായി വന്ന, വ്യക്തമായി വന്നതായ ഈ പദങ്ങള്, ഇത്തരം പദങ്ങളെ കുറിച്ചുള്ള അറിവ്, ഇൽമുകള് അള്ളാഹുവിലേക്ക് ഏൽപ്പിക്കണോ? അതിന് വ്യാഖ്യാനം നൽകിയിട്ട് അതിന്റെ നേരർത്ഥം മാറ്റിയിട്ട് അള്ളാഹുവിനോട് യോജിക്കുന്ന, അള്ളാന്റെ ദാത്തിനോട് യോജിക്കുന്ന വിധത്തിലുള്ള അർത്ഥം വ്യാഖ്യാനിക്കണോ? അങ്ങനെ വെളിവാക്കണോ വേണ്ടയോ? വഹുവ മദ്ഹബു സലഫി. വേണ്ട, അത് അള്ളാഹുവിലേക്ക് അതിന്റെ ഇൽമി ഏൽപ്പിച്ചു കൊടുക്കുക. അതാണ് ആരുടെ മദ്ഹബ്? സലഫിന്റെ മദ്ഹബ്. എങ്കിൽ ആ യുതഅറദു തഅവീലിഹ സൗനല്ലഹ അൻ ഖൗദിൽ മുബ്തിലീന വസൈഇൽ മുൽഹിദീന വഹുവ മദ്ഹബുൽ ഖലഫി. പിന്നെ ഇവിടെ ഉള്ളത് അതിൻ്റെതായ നേരർത്ഥം മാറ്റുക. നേരർത്ഥം മാറ്റിയിട്ട് അള്ളാഹുവിന്റെ ദാത്തിനോട് യോജിക്കുന്ന വിധത്തിൽ അതിന്റെ അർത്ഥങ്ങളൊക്കെ വ്യാഖ്യാനിച്ച് കൊണ്ടുവരിക. അങ്ങനെ കൊണ്ടുവരുന്നതിലേക്ക് വെളിപ്പെടുകയാണോ വേണ്ടത്? വെളിപ്പെടുകയാണ് വേണ്ടത്. എന്തിനാണ് അങ്ങനെ വെളിപ്പെടുന്നത് ചോദിച്ചാൽ, അത് നമ്മൾ വ്യാഖ്യാനിക്കാതെ പോയാൽ ഇവിടെ വേറെ അപകടം വരുന്നുണ്ട്. എന്താ അപകടം? ബാത്തിലീങ്ങളായ അർത്ഥങ്ങൾ മനസ്സിലാക്കാത്ത, നേരർത്ഥം വെക്കുന്ന, വിശ്വാസങ്ങൾ ഇല്ലാത്ത, ഇസ്ലാമിനെ വികലമാക്കുവാനും സുന്നത്ത് ജമാഅത്തിനെ തകിടം മറിക്കുവാനും വേണ്ടി ഇറങ്ങിത്തിരിച്ച, ഓരോന്നും നിർമ്മിച്ചുണ്ടാക്കുന്ന ഒരുപാട് പിഴച്ച പാർട്ടിക്കാർ വരും. അവര് വന്നിട്ട് ബാത്തിലീങ്ങളാണ് അവർ, മുൽഹിദീങ്ങളാണ് അവർ സ്വയം ഉണ്ടാക്കുക. അങ്ങനെ ഉണ്ടാക്കി തീർത്തിട്ട് അള്ളാഹുവിന് വാജിബായതൊക്കെ മാറ്റിയിട്ട് മുസ്തഹിൽ ഉണ്ടാക്കി തീർക്കും. ഇത്തരം കാര്യങ്ങളിലൂടെ പ്രവേശനം നൽകിയിട്ട് ഈ നസ്സായി വന്ന വജ്ഹ്, യദ്, ഐന് ഇത്തരം പദങ്ങൾ ദുർവ്യാഖ്യാനം ഇല്ലാതെ ആവണമെങ്കിൽ അതിന്റെ വ്യാഖ്യാനം നിങ്ങൾ പറയുന്നത് പോലെയല്ല. അതിന്റെ വ്യാഖ്യാനം ഇന്നതാണ്. അതാണ് അല്ലാഹു തആല യദ് എന്ന് പറഞ്ഞാൽ ഖുദ്റത്ത് എന്നർത്ഥം വെക്കണം. സുമ്മസ്തവ അലൽ അർശി എന്ന് പറയുമ്പോൾ ഇസ്തിവാന്റെ അർത്ഥം അവിടെ അധികാരം നടത്തി ഇസ്തിലാ എന്ന് പറയണം. വജ്ഹ് എന്ന് പറയുമ്പോൾ നമ്മുടെ മുഖമല്ല, നിങ്ങൾ മുഖം എന്നർത്ഥം വെക്കരുത്. അവിടെ ദാത്തുൽ വുജൂദാണ്.
ദാത്തുൽ വുജൂദ് എന്ന് പറഞ്ഞാൽ ഉണ്ടാവൽ നിർബന്ധമായ ദാത്താണത്. അപ്പൊ ഐനുണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ കാണുന്ന ഐനല്ല, നമ്മൾ മനസ്സിലാക്കുന്ന ഐനല്ല. ആ ഐനിന്റെ അർത്ഥം പരിപൂർണമായി സൂക്ഷിക്കുക, നോക്കുക, സംരക്ഷിക്കുക എന്നർത്ഥമാണ്. ഇങ്ങനെ നമ്മൾ വ്യാഖ്യാനിക്കണം. ഇങ്ങനെ വ്യാഖ്യാനിച്ചാൽ ഇത്തരം പൊള്ളന്മാര് വന്ന് ദുർവ്യാഖ്യാനം ചെയ്ത് സാധാ ജനങ്ങളെ പറ്റിക്കൂല എന്നതുമാണ്. ന്യായം തന്നെ നല്ല തന്നെയാണ്. ബഹുവ മദ്ഹബുൽ ഖലഫ്, ഇതാണ് ഖലഫിന്റെ മദ്ഹബ്. അപ്പൊ രണ്ട് മദ്ഹബും ചില്ലറ വ്യത്യാസമേ ഉള്ളൂ, രണ്ടും ഒന്ന് തന്നെയാണ്. ഈ രണ്ടാമൊരു മദ്ഹബ് സ്വീകരിച്ചുകൊണ്ടായിരിക്കണം ഇത്തരം കാര്യങ്ങൾ അള്ളാഹുവിലൊക്കെ വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിന് നേരാവണ്ണം മനസ്സിലാക്കാൻ റൂട്ടാണ് ബഹുമാനപ്പെട്ടവർ നമുക്ക് ആ ഫത്വയിലൂടെ നൽകിക്കൊണ്ടിരിക്കുന്നത്. അത് പറഞ്ഞു കഴിഞ്ഞു. ഇനി അമ്മ ബഖിയത്തു നുസൂസിൽ കിതാബി വസ്സുന്നത്തി മിമ്മ ദല്ല അല തൗഹീദി വത്തഖ്ദീസി വസായിരി സിഫാത്തിൽ കമാൽ. പിന്നെ ഇത് പഠിച്ചിട്ട് പിന്നെ ഇതൊക്കെ പറഞ്ഞ അതിനാണ്. ഇത് സമൂഹത്തിൽ ഒരാൾ മാത്രം പഠിച്ചാൽ പോരാ. അള്ളാഹുവിനെ കുറിച്ചുള്ള വിശ്വാസം നമുക്കെല്ലാവർക്കും ഉണ്ടെങ്കിൽ ആ ഉള്ളവർക്ക് ഇതൊക്കെ പഠിക്കണം, നിർബന്ധമാണ്. അതാണ് ഇതിൽ പറയുന്നത്. വാജിബ് ഐനിയാണ്. പഠിച്ചിട്ടില്ലെങ്കിൽ കുറ്റം കിട്ടും സാഹചര്യം ലഭിച്ചിട്ട്. ഇനി കിതാബിലും സുന്നത്തിലും വ്യക്തമായി ചിലത് കാണാം. എന്ത്? അല്ലാഹു തആലാനെ ഏകത്വപ്പെടുത്തുക, പരിശുദ്ധമാക്കുക, അതുപോലെയുള്ള പരിപൂർണ മറ്റു സിഫത്തുകൾ, പരിപൂർണമായ മറ്റു സിഫത്ത് ഏതുപോലെ കൽ ഇൽമി അറിവ്, വൽ ഖുദ്റത്തി കഴിവ്, വൽ ഇറാദത്തി വേണ്ടുക, വസ്അംഇ കേൾവി, വൽ ബസരി കാഴ്ച, വൽ കലാമി സംസാരം, വൽ ബഖാഇ എന്നെന്നും നിലനിൽക്കുക, വസായിരി സിഫാത്തി സെൽബി അതുപോലെ തന്നെ മറ്റ് സെൽബിയായ സിഫത്തുകൾ. ഇതിന്റെ മേലൊക്കെ അറിയിക്കുന്നതൊക്കെ കിതാബിലും സുന്നത്തിലും ഉണ്ടല്ലോ. അത്തരം നസ്സുകൾ സെൽബിയായ സിഫത്ത് ഏതുപോലെ കലൈസ ബിജിസ്മിൻ അല്ലാഹു തആലാക്ക് തടിയില്ല, വലാ ജൗഹർ അല്ലാഹു തആല ജൗഹറുമല്ല, വലാ അറൾ അല്ലാഹു തആല അറളുമല്ല. അപ്പൊ ജിസ്മോ ജൗഹറോ അറളോ ഒന്നുമല്ല അല്ലാഹു തആല. അതൊക്കെ സൃഷ്ടികൾക്കുണ്ടായിത്തീരുന്ന ഒന്ന് സവിശേഷതയാണ്. അത്തരം ഒരു സവിശേഷത ആർക്കില്ല? അല്ലാഹു തആലാക്ക് ഇല്ല. വലാ മുതഹയ്യിസിൻ മിൻ മകാൻ ഒരു സ്ഥലത്ത് അല്ലാഹു തആല ഒതുക്കി നിർത്താൻ പറ്റുന്നവനാണ് അല്ല. ഒരു സ്ഥലത്ത് നിശ്ചിതമായി നിൽക്കുക, അവിടെ അംശയിക്കുക, ഇതിനൊന്നും പറ്റുന്ന ആളല്ല അല്ലാഹു. വലാ യഹുദ്ദുഹു സമാൻ ഒരു അതിർത്തി നിശ്ചയിക്കാൻ ഇന്ന കാലം വരെ, ഇന്ന കാലം മുതൽ ഇന്ന കാലം വരെ അല്ലാഹു തആല ഉണ്ടാവും എന്നൊരു അതിർത്തിയും വെക്കാൻ പറ്റുന്നവനല്ല അല്ലാഹ്. ഇതൊക്കെ സെൽബിയായ സിഫത്തുകളാണ്. വലാ യതസവ്വറുഹു അല്ലാഹു സുബ്ഹാനഹു വ തആലയെ വഹുമുൻ ഒരു നിലയിലും മനസ്സിലാക്കിയെടുക്കാൻ മനസ്സുകൊണ്ട് കഴിയില്ല, ഊഹങ്ങൾ കൊണ്ട് കഴിയില്ല. അങ്ങനെ കഴിയാത്ത വിധം നിൽക്കുന്നവനാണ് അല്ലാഹു തആല, തനിച്ചൊരു ദാത്ത്. അങ്ങനെ ഒരു ദാത്ത് വാജിബുൽ വുജൂദായ ഒരു ദാത്താണ് അല്ലാഹുവിനുള്ളത്. ലൈസ കമിസ്ലിഹി ശൈഉൻ വഹുവസ് സമീഉൽ ബസീർ എന്ന് വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലാഹനെ കുറിച്ച്. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ആ ഖുൽ വല്ലാഹി ഇഖ്ലാസിന്റെ സൂറത്ത് മുഴുവനും അല്ലാഹു തആലയുടെ വിശേഷണമാണ് അവിടെ. ഖുൽ നബിയെ തങ്ങൾ പറയുക, കാര്യം അല്ലാഹു അഹദ് അല്ലാഹു ഏകനാണ്. അല്ലാഹു സ്വമദ് അല്ലാഹു തആല സ്വമദാണ്. എല്ലാവരും അല്ലാഹുവിലേക്ക് ആശ്രയിക്കുന്നു. അല്ലാഹ് ഒരാളിലേക്കും ഒന്നിലേക്കും ആശ്രയിക്കുന്നുമില്ല. ലം യലിദ് അവൻ ഒരാൾക്കും ജന്മം നൽകിയിട്ടില്ല, സൃഷ്ടിച്ചിട്ടേ ഉള്ളൂ. വലം യൂലദ് അവനെ ആർക്കും ജന്മം നൽകാൻ കഴിഞ്ഞിട്ടുമില്ല. വലം യകുൽ ലഹു കുഫുവൻ അഹദ് അല്ലാഹുവിന്റെ ദാത്തിലോ സിഫാത്തിലോ അഫ്ആലിലോ ഒന്നിലും തന്നെ അള്ളാഹുവിനോട് കിടപിടിക്കുന്ന ഒരു വസ്തുവുമില്ല, ഒരു സൃഷ്ടിയുമില്ല. അതാണ് അല്ലാഹു തആല. ലൈസ കമിസ്ലിഹി ഷൈ എന്ന് പറഞ്ഞാൽ അതന്നെ, ഒരു നിലയിലും അള്ളാഹുടെ തുല്യമായൊന്നും ഇല്ല. വഹുവസ് സമീഉൽ ബസീർ അല്ലാഹു തആല കേൾക്കുന്നവനും കാണുന്നവനുമാകുന്നു. ഇങ്ങനെയുള്ളതായ രൂപത്തിലുള്ള സൽബിയായ സിഫത്തുകള്, കമാലിയായ ഇൽമു ഖുദ്റത്തി ഇറാദത്ത് പോലത്തെ കമാലിയായ സിഫത്തുകള് അള്ളാഹു പരിശുദ്ധനാണ്, ഏകനാണ് എന്നതിന്റെ മേലൊക്കെ അറിയിക്കുന്ന പദങ്ങൾ ഖുർആനിലുണ്ടല്ലോ, സുന്നത്തിലുമുണ്ട്. അതൊക്കെ വിശ്വസിക്കാൻ നിർബന്ധമാണ്. വഹാദിഹി കുല്ലുഹാ യജിബു അലാ കുല്ലി അഹദിൻ മുസ്ലിമായ എല്ലാ സ്ത്രീ പുരുഷന്മാരുടെ മേലും ഓരോ ഫർദിന്റെ മേലും ഓരോരുത്തരുടെ മേലും നിർബന്ധമാണ്. അയ്യത അല്ലമ ലവാഹിറഹ
അതിൽ നിന്ന് വ്യക്തമായി മനസ്സിലാവുന്നതൊക്കെ പഠിക്കൽ നിർബന്ധമാണ്. വകദാലിക ഇതുപോലെ തന്നെയാണ് യജിബു ദാലിക ഫീ നഹ്വിഹാ അതുപോലത്തെ കാര്യങ്ങൾ ഒക്കെ നിർബന്ധമാകും. ഏതുപോലെ കഖൗലിൽ അബ്ദി ഒരടിമ ലാ യഖ്ലുഖു അഫ്ആല നഫ്സിഹി ഖൈറഹാ വശർറഹാ ഒരടിമ തന്റെ സ്വന്തം പ്രവൃത്തികളൊന്നും തന്നെ സൃഷ്ടിക്കുന്നില്ല. അത് നന്മയാണോ തിന്മയാവട്ടെ ഏത് പ്രവൃത്തികളാണ് എങ്കിലും അടിമ സ്വന്തം ഒന്നും തന്നെ നിർമ്മിക്കുന്നില്ല, സൃഷ്ടിക്കുന്നില്ല എന്ന കാര്യങ്ങളും ഓരോരുത്തരും അറിയൽ നിർബന്ധമാണ്. ഇതൊക്കെ ചോദ്യത്തിന്റെ മറുപടി പെട്ടതാട്ടോ. ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ ഹൈതമി തങ്ങൾ വിശദമായി ചോദിച്ചതല്ലേ, വിശദമായി ഉത്തരം തന്നതല്ലേ, അവർ വിശദമായി കൊടുക്കുകയാണ്. വഇന്നമൽ ഖാലിഖു വൽ മൂജിദു ലഹു ഹുവല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു. അങ്ങനെയാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്. നിശ്ചയം അല്ലാഹു തആലയാണ് സൃഷ്ടാവ്, അള്ളയാണ് അതിനെ ഉണ്ടാക്കുന്നത്, അവന് കൂട്ടുകാരില്ല, പങ്കുകാരില്ല, ഏകനാണവൻ. അങ്ങനത്തെ അള്ളയാണ് നമ്മുടെ അള്ളാഹ്. അപ്പൊ അള്ളാഹ്ക്കാണ് എല്ലാ അധികാരവും, സൃഷ്ടിപ്പും ഉണ്ടാക്കാനുള്ള അധികാരം. അടിയങ്ങളായ നമുക്കൊന്നും തന്നെയില്ല. ഇത് നമ്മൾ വിശ്വസിക്കൽ നിർബന്ധമാണ്, പഠിക്കൽ നിർബന്ധമാണ്. വകകൗനിഹി തആല യുറാ ഫിൽ ആഖിറതി പടച്ച തമ്പുരാനെ സ്വർഗീയാരാമത്തിൽ വെച്ചിട്ട് നല്ല വിശ്വാസികൾ മുഅ്മിനീങ്ങൾ കാണും. അങ്ങനെ കാണുക എന്നുള്ള കാര്യവും പഠിക്കലും വിശ്വസിക്കലും നിർബന്ധമാണ്. വകകൗനി അദാബിൽ ഖബരി ഖബറിലെ ശിക്ഷ വസുആലിൽ മലക്കൈനി മുൻകർ നകീർ അലൈഹിസ്സലാമിന്റെ ചോദ്യം വശുറാത്തി നരകത്തിന്റെയും സ്വർഗത്തിന്റെയും മേലിട്ട രാത്രിയേക്കാൾ ഇരുട്ടുള്ള വാളിനേക്കാൾ മൂർച്ചയുള്ള മുടിയേക്കാൾ നേരിയതായ സുറാത്ത് എന്ന് പറയുന്ന ഫാലം വൽ ഹൗൽ ഹബീബായ നബി തങ്ങൾക്ക് അവിടെ ഹൗലുണ്ട്. വൽ മീസാൻ നന്മയും തിന്മയും തൂക്കുന്ന തുലാസ് അവിടെയുണ്ട്. വൽ ഹിസാബ് അതുപോലെ തന്നെ വിചാരണ മഹ്ശറിലുണ്ട് ഹഖൻ യഥാർത്ഥമായിട്ട്. വഅന്നൽ ജന്നത സ്വർഗം വന്നാറ നരകം മഖ്ലൂഖത്താനി അൽ യൗമ ഇന്ന് തന്നെ പടച്ചു വെച്ചിരിക്കുകയാണ്. ഇതെല്ലാം പഠിക്കലും അറിയലും നിർബന്ധമാണ്, വിശ്വസിക്കലും നിർബന്ധമാണ്. വസായിറമായ തഅല്ലഖു ബിൽ മആശി വൽ മആദ് ഇവിടെ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ടതും നാളെ ആഖിറത്തിലേക്ക് മടക്കപ്പെടുമ്പോൾ അതുമായി ബന്ധപ്പെട്ടതും എന്തെല്ലാം ഉണ്ടോ അതൊക്കെ അറിയലും പഠിക്കലും ഓരോ മുസ്ലിമിനും മുസ്ലിമായ സ്ത്രീ പുരുഷന്മാർക്ക് നിർബന്ധമാണ് എന്ന് ബഹുമാനപ്പെട്ടവർ വിശ്വാസപരമായിട്ട് കൊടുത്തു മറുപടി. നമുക്ക് പഠിക്കലും വിശ്വസിക്കലും എന്താണ് നിർബന്ധം എന്നല്ലേ ചോദിച്ചത്. അപ്പൊ വിശ്വാസപരമായിട്ട് പറഞ്ഞു കൊടുത്തു. ഇനി പഠിക്കൽ നിർബന്ധമായത് വിശ്വസിക്കൽ നിർബന്ധമായത് ഐനിയായി നിർബന്ധമായതുപോലെ തന്നെ പ്രായപൂർത്തിയും ബുദ്ധിയുമുള്ള എല്ലാ മുസ്ലിം സ്ത്രീകൾക്കും മുസ്ലിം പുരുഷന്മാർക്കും നിർബന്ധമാണ് പഠിക്കൽ. എന്ത് അർക്കാനു സ്വലാത്തി എന്ത് പഠിക്കൽ? അർക്കാനു സ്വലാത്തി വസുറൂതഹ നിസ്കാരത്തിന്റെ ഫറളുകൾ പഠിക്കണം. വസുറൂതഹ നിസ്കാരത്തിന്റെ ശറത്തുകൾ പഠിക്കണം. വമുബ്തിലാത്തിഹ നിസ്കാരത്തിന്റെ ബാത്തിലാക്കുന്ന കാര്യങ്ങൾ പഠിക്കണം. ഇതൊക്കെ നമ്മൾ അറിയണം. നമ്മളൊക്കെ നിസ്കരിക്കല്ലേ, നിസ്കാരത്തിന്റെ ഫറള് എത്ര വെച്ചാൽ പെട്ടെന്ന് ചിലർക്ക് അറിയൂല. 14 ഫറളുണ്ട്, അത് ഓരോന്നും വ്യക്തമായി അറിയണം. നിസ്കാരത്തിന് 5 ഷർത്തുണ്ട്, അതും അറിയണം. ഏത് കാര്യങ്ങളൊക്കെ ചെയ്താലും നിസ്കാരം ബാത്തിലാവുക എന്നും അറിയണം. ഇതൊക്കെ അറിഞ്ഞ് നിസ്കരിക്കുമ്പോഴേ നിസ്കാരം ശരിയാവുകയുള്ളൂ. അപ്പൊ ഷർത്തും ഫറളും സമയവും എല്ലാം ഒരുക്കി വെച്ച് നിസ്കരിക്കുന്ന നിസ്കാരക്കാർ, അതാണ് ഖദ് അഫ്ലഹൽ മുഅ്മിനൂനല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ. ആ സ്വലാത്താവണമെങ്കിൽ, ആ സ്വലാത്തുൽ ഖുശൂ ലഭിക്കണമെങ്കിൽ, ആ സ്വലാത്തിൽ ഖുശൂ ഉണ്ടായിട്ട് വിജയിക്കണമെങ്കിൽ ഈ പറഞ്ഞ എല്ലാ കാര്യവും അതിൽ ഉൾക്കൊള്ളണം. പറന്നു പോയാൽ നിസ്കാരാവൂല, ഷർത്ത് നഷ്ടപ്പെട്ട നിസ്കാരം ശരിയാവൂല, ബാത്തിലാവുന്ന കാര്യം വന്നാൽ നിസ്കാരം മറ്റേ പൊളിഞ്ഞും പോയി. ഇതൊക്കെ അറിയണം, അത് നിർബന്ധമാണ്. ഐ ലവാഹിറു ദാലിക ബഅദ വുജൂബിഹാ ഇതൊക്കെ നിർബന്ധമായ നിസ്കാരം നിർബന്ധമായതിന് ശേഷം അതിന്റെ ലാഹിറുകൾ മുഴുവൻ അറിയണം. 14 ഫറളും 5 ഷർത്തും മറ്റു ബാത്തിലാവുന്ന കാര്യങ്ങളൊക്കെ അറിയണം. അതറിയാൻ നിർബന്ധമാണ്. എപ്പോ? നിസ്കാരം നിർബന്ധമായതിന് ശേഷം. വകദാലിക ഖബ്ലഹു നിസ്കാരം നിർബന്ധമാകുന്നതിന്റെ മുമ്പും ഇത് പഠിച്ചിരിക്കണം. അപ്പൊ കുഞ്ഞുങ്ങളാകുമ്പോൾ മദ്രസയിൽ പോയി 5 or 6 വരെ പഠിച്ചു നിർത്തി, പിന്നെ അങ്ങോട്ട് മുന്നോട്ട് പോയില്ല, അപകടമല്ലേ?
അപ്പൊ കുട്ടികളാകുമ്പോൾ തന്നെ പഠിച്ചു വെക്കലും അതെന്തിനാ വലിയതാകുമ്പോൾ തന്റെ ഇടം വെച്ച് പ്രായപൂർത്തിയെത്തി മുക്കല്ലഫാകുമ്പോൾ സ്വയം പഠിക്കണം, ഉപയോഗപ്പെടുത്തണമെങ്കിൽ പഠിച്ചു വെക്കണ്ടേ. അപ്പൊ നിർബന്ധമാകുന്നതിന്റെ മുമ്പ് തന്നെ പഠിക്കൽ നിർബന്ധമാണ്, നിർബന്ധമായ ശേഷവും പഠിക്കൽ നിർബന്ധമാണ്. ഇല്ലം യതമക്കൻ ബഅദഹു മിന തഅല്ലുമി. ഇനി നിസ്കാരം നിർബന്ധമായി നോക്കൂ, നിർബന്ധമായതിന് ശേഷം പഠിക്കാൻ സമയം കിട്ടില്ല എന്ന് വന്നേക്കാം. അങ്ങനെ വരുമ്പോൾ നിസ്കരിക്കണ്ടേ? നിസ്കരിക്കണം. അതിനെന്ത് വേണം? അറിവ് വേണ്ടേ? അറിവ് വേണം. നിസ്കാരം നിർബന്ധമായി, പക്ഷേ ഒരു ടൈമില്ല, പഠിക്കാൻ കഴിയുന്നില്ല. ഇങ്ങനത്തെ ഒരു അവസ്ഥ വരും. ഈ അവസ്ഥ വരുന്നതിന്റെ മുമ്പ് തന്നെ പഠിച്ചു വെക്കുക. അപ്പോൾ ദീനി സ്ഥാപനങ്ങളും മദ്രസകളൊക്കെ അതിനുള്ളതാണെന്ന് മനസ്സിലായല്ലോ. അത് വെറും ഒരു കേവലം ഉസ്താദുമാരുടെ ജോലിയാണ്. അവർക്ക് തുച്ഛമായ ശമ്പളം കൊടുത്ത് നമ്മൾ ചെലവും കൊടുത്തുകാണ്ട് വേണ്ട കുറ്റം മുഴുവൻ പറഞ്ഞ് ന്യൂനതകൾ കണ്ടെത്തി നമ്മുടെ മക്കളുടെ പഠനം അവതാളത്തിലാക്കുക ഇന്നത്തെ യുഗം. ഇവിടെ അപകടമാണ് വരുന്നത്. ഈ ഒരു കാര്യം ചിന്തിച്ചാൽ നമ്മളെ മക്കളെ പഠിപ്പിക്കുന്നത് എന്തിനാണെന്നും നമ്മൾ കുഞ്ഞുങ്ങളായ കാലത്ത് പഠിച്ചത് എന്തിനാണെന്നും ഇപ്പോൾ ബോധ്യമാകും. പഠിക്കുന്ന കാലത്ത് പഠിക്കാതെ കളിച്ച് നടന്നതിന്റെ തിക്തഫലമായി ഇപ്പോൾ നന്നായി തീരണമെന്ന് തോന്നുമ്പോൾ എത്രയോ ആളുകൾ ഖേദിച്ചവർ നമുക്ക് അനുഭവമാണ്. അതുകൊണ്ട് എന്റെ സഹോദരന്മാരെ, നമ്മുടെ മക്കളെ അങ്ങനെയാക്കാതെ നമ്മളും പഠിക്കുക, നമ്മുടെ മക്കളെ നമ്മൾ പഠിപ്പിക്കുക. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. വഇദ്റാകുൽ ഫർളി ഫീ വഖ്തിഹി. അതുപോലെ തന്നെ നിസ്കരിക്കുമ്പോൾ അതിന്റെ ടൈം തന്നെ കൊണ്ടുവരണേ. അത് നിർബന്ധ. തോന്നിയവാരി നിസ്കരിക്കുക, തോന്നുമ്പോ നിസ്കരിക്കാതൊന്നും പറ്റില്ല. ടൈം തന്നെ ഫർള് നിർവഹിച്ചു കൊണ്ടിരിക്കണം. അതല്ലേ അലിഫ് ലാം മീം ദാലികൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ. എന്നിട്ട് ആ മുത്തഖീങ്ങൾക്കാണ് ഖുർആൻ സന്മാർഗം എന്ന് പറയും. മുത്തഖി ആവണം. ആ മുത്തഖീൻ ആരാന്ന് പറഞ്ഞ് ഖുർആനിൽ പറയുന്നത് അല്ലദീന യുഖീമൂനസ് സ്വലാഹ്. നിസ്കാരത്തെ അതിനെ വേണ്ട ടൈമിൽ, നല്ല ടൈമിൽ അതിന്റേതായ ക്രമപ്രകാരം എല്ലാം ഒത്തിണങ്ങി നിർത്തുന്നവർ. അത് ഇഖാമത്ത് സ്വലാ എവിടെ പറഞ്ഞാലും എവിടെ മനസ്സിലാക്കേണ്ടത് അതാണ് ഷർത്തും ഫറളും. അതിന്റെ എല്ലാം പാലിച്ച് അതിന്റെ ടൈമിൽ തന്നെ വേണ്ടതുപോലെ നിർവഹിക്കുക എന്നതാണ് യുഖീമൂനസ് സ്വലാ എന്ന് പറയുന്നത്. അതിൽ പെടാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. എത്ര ആളാ തോന്നുമ്പോ നിസ്കരിച്ചു പോകുന്നു, നിസ്കരിച്ചാ പോരെന്ന് പറഞ്ഞ് നിസ്കരിച്ച് തട്ടിപ്പടഞ്ഞു പോകാൻ പറ്റില്ല. അതിന്റെ ടൈം തന്നെ നിർവഹിക്കണം. അപ്പൊ നിസ്കാരം മാത്രമല്ല, വകദാലിക സൗമു. വർഷത്തിൽ ഒരിക്കൽ വരുന്ന ഫറളായ റമളാൻ, അതിനെക്കുറിച്ച് പഠിക്കണം. നോമ്പെന്താണെന്ന് പഠിക്കണം. അതിന്റെ ഷർത്തും ഫറളും ബാത്തിലാവുന്ന കാര്യമൊക്കെ പറയണം. ഒക്കെ പഠിക്കാൻ നിർബന്ധമാണ്. അതുപോലെ തന്നെ ഇൻകാൻ ലഹു മാൽ, സമ്പത്തുള്ളവരുണ്ടെങ്കിൽ അവർ സക്കാത്ത് കൊടുക്കണമല്ലോ. അപ്പൊ ഏതെല്ലാം സക്കാത്താണ്? സമ്പത്തിന് സക്കാത്ത് ഏതൊക്കെയാണ് സമ്പത്തുകൾ, ആർക്കൊക്കെയാണ് കൊടുക്കേണ്ടത്, എന്തൊക്കെയാണ് കണക്ക്? സ്വർണത്തിന്റെ കണക്കെത്ര, വെള്ളിയുടെ കണക്കെത്ര? ഈത്തപ്പഴവും കാരക്കയും അതുപോലെ തന്നെ മുന്തിരികയും ഉടമയാക്കിയാൽ അതിന് കണക്കെത്ര, എത്ര കൊടുക്കേണ്ടത്? ഭക്ഷണധാന്യങ്ങൾ കൈവശം വെച്ചാൽ എന്തൊക്കെയാണ് കൊടുക്കേണ്ടത്, എപ്പോഴാണ് കൊടുക്കേണ്ടത്, ആരാണ് ഇതിന്റെ അവകാശികൾ എന്നൊക്കെ പഠിച്ചിരിക്കലും അറിയലും നിർബന്ധമാണ്. ഇനി ഹജ്ജ് ചെയ്യാൻ ഒരാൾ ഉദ്ദേശിക്കുന്നുവെങ്കിൽ ഹജ്ജിന്റെ എല്ലാ കർമ്മങ്ങളും പഠിക്കണം. അതിന് വാജിബാത്തുണ്ട്, അർക്കാനുകളുണ്ട്, മുഹറമാത്തുകളുണ്ട്, ഒക്കെ ഉണ്ട്. അതിന് വേണ്ട എല്ലാ കാര്യങ്ങളും ഹജ്ജ് മഖ്ബൂലും മബ്റൂറും ആവണമല്ലോ. അതിന് നമ്മൾ തേടാറുമുണ്ട്. അങ്ങനെ ആവണമെങ്കിൽ അതിൻ്റെതായ എല്ലാ നിബന്ധനകളും പരിപൂർണമായി പഠിച്ചിരിക്കൽ നിർബന്ധമാണ് മുകല്ലഫിന് ആയ സ്ത്രീ പുരുഷന്മാർക്ക്. ഔ തളയ്യഖ, അല്ലെങ്കിൽ എന്തായെന്നറിയാമോ, സമയം കുടിസായി. എന്ത് കാരണത്തില്? ലിനഹവി ഖൗഫി മൗത്തിൻ, മരിക്കും എന്നൊരു പേടി അവിടെ ഉണ്ട്. ഔ വസ്മിൻ, അല്ലെങ്കിൽ എന്താ കവർച്ച ചെയ്യും. ഔ തലഫി മാൽ, അല്ലെങ്കിൽ സമ്പത്ത് നശിച്ചു പോകും. ഇങ്ങനെയുള്ളതായ ഒരു പേടി വരുമ്പോൾ അവിടെ സമയം കുടിസായി കിടന്നു. ഇങ്ങനെ കുടിസാവുന്ന സമയത്തും വേഗം ഹജ്ജിന്റെ കർമ്മങ്ങൾ പഠിച്ചിട്ട് ഒരുങ്ങി പോവാം. അല്ലെങ്കിൽ പ്രവർത്തിക്കാൻ ഉദ്ദേശിക്കുന്ന സമയം, ഈ രണ്ടാമൊരു ഘട്ടത്തിലൊക്കെ ഹജ്ജിന്റെ കർമ്മങ്ങൾ പഠിക്കണം. ഇനി വേറൊരു മേഖലയുണ്ടല്ലോ നമുക്ക്, നമ്മുടെ ഒരു മേഖലയും ഒഴിവല്ല. വകദൽ ബൈഉ ഇൻ അറാദഹു, കച്ചവടം ചെയ്യുവാൻ വേണ്ടി ഉദ്ദേശിക്കുന്നവൻ അതിന്റെ ഷർത്ത് പഠിക്കണം. ഏതൊക്കെ സാധനം വിൽക്കാൻ പറ്റുക, എങ്ങനെയൊക്കെയാണ് വിൽക്കേണ്ടത്,
അത് വിൽക്കുന്നവൻ ആരായിരിക്കണം എന്നൊക്കെ പഠിക്കണം. അതൊക്കെ കച്ചവട സംബന്ധമായി വരുമ്പോൾ അത് ചെയ്യുന്ന ആളുകൾ അതറിയൽ നിർബന്ധമാണ്. സൃഷ്ടികളുമായി നടത്തപ്പെടുന്ന മറ്റുള്ള ഏതെല്ലാം ഇടപാടുകളുണ്ടോ അതൊക്കെ ഇതുപോലെ തന്നെ. ആ ഇടപാടുകൾക്ക് നമുക്ക് ഉദാഹരണമായിട്ട് എങ്ങനെ പറയാം? നിക്കാഹി, വിവാഹം. എന്താ നമ്മുടെ വിവാഹത്തിന്റെ കോലൊക്കെ ഇന്ന് നടക്കണ കണ്ടാൽ നമ്മൾ ആകെ മനസ്സിലാക്കിയത് എന്താ? പള്ളിയിലെ ഉസ്താദുമാരെയും വിളിച്ച് മുക്കറിനെയും വിളിച്ച് കുത്തുബിൻ നടത്തി മഹറും അവിടെ വെച്ചുകൊടുത്ത് നിക്കാവും കഴിഞ്ഞാൽ പിന്നെ അടിച്ചു പൊളിച്ച് നടക്കാതെ മനസ്സിലാക്കി. അങ്ങനെയാണോ? നിക്കാഹ് എന്ന് പറഞ്ഞാൽ അനുവദിക്കുവാൻ ഒരു പെണ്ണിനെയും ആണും തമ്മിൽ അനുവദനമാകുന്ന രൂപത്തിലുള്ള വാചകങ്ങളാണ്. പക്ഷേ അത് വലിയൊരു കാര്യമാണ്. നിക്കാഹ് കളിയല്ല, കാര്യമാണെന്ന് മനസ്സിലാക്കുക. ഒരു ഭാര്യയെ ഞാൻ കൊണ്ടുവരുമ്പോൾ ആ ഭാര്യയെ ഞാൻ എങ്ങനെയൊക്കെ നോക്കണം, അവൾക്കുള്ള കടമകൾ ഞാൻ നിറവേറ്റുന്നുണ്ടോ? ഭർത്താവാകുമ്പോൾ എന്റെ കടമകൾ അവൾ നിർവഹിക്കുന്നുണ്ടോ? അവൾക്കറിവില്ലെങ്കിൽ ഞാൻ പഠിപ്പിച്ചു കൊടുക്കണ്ടേ? എന്തെല്ലാം കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കേണ്ടതുണ്ട്? ഇങ്ങനെ വൈവാഹികമായിരിക്കുന്ന ജീവിതവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അത്തരം കാര്യങ്ങൾ പഠിച്ചിരിക്കൽ നിർബന്ധമാണ്. അതുപോലെ തന്നെ ഒന്നിലധികം ഭാര്യമാർ ഉണ്ടാകുമ്പോൾ അത്തരം ഭാര്യമാർക്ക് വേണ്ടി അംശയിക്കുന്ന കാര്യം അറിയണം. 2 3 4 അതുവരെ കെട്ടാന്നല്ലേ, മസന വസുലാസ വറുബാന്നല്ലേ, 4 വരെ എല്ലാ നിയമങ്ങളും പാലിച്ചുകൊണ്ട് ഇസ്ലാമികമായ രീതിയിൽ കല്യാണം കഴിക്കാൻ ആഗ്രഹമുള്ളവർക്ക് ചെയ്യാം. ഇങ്ങനെ വരുമ്പോൾ ഇവിടെ കല്യാണം കഴിച്ച് സുഖിച്ച് നടക്കലല്ല വേണ്ടത്. അത് നല്ലൊരു കാര്യമായതോടൊപ്പം തന്നെ അള്ളാഹും റസൂലും ആയതോടൊപ്പം തന്നെ 4 ഭാര്യമാരോ 2 3 ഭാര്യമാരുണ്ടെങ്കിൽ അവരുമായി എങ്ങനെയാണ് ജീവിക്കേണ്ടത്? എത്ര ദിവസമാണ് ഒരു ഭാര്യത്തിൽ നിന്നെങ്കിൽ മറ്റു ഭാര്യത്തിൽ എങ്ങനെ നിൽക്കണം? ഇങ്ങനെ ആഴ്ചകളാണോ മാസങ്ങളാണോ? എന്തെല്ലാം കാര്യങ്ങളുണ്ടോ? ചിലവുകൾ, വസ്ത്രങ്ങൾ, എണ്ണ, സോപ്പ്, പോലോത്തി, ഏതെല്ലാം കാര്യങ്ങളുണ്ടോ അത്തരം കാര്യങ്ങളൊക്കെ അംശയിക്കണം. ആ അംശയിക്കലിനെ കുറിച്ചും വിഹിതത്തെക്കുറിച്ചും അറിയൽ നിർബന്ധമാണ്. പെണ്ണും കെട്ടിങ്ങനെ നടന്നാ പോരാ, മുതലുണ്ടാക്കാൻ. അങ്ങനെയുള്ള ഒന്ന് ലോകത്ത് നടക്കും. ഇന്നിപ്പോ നടക്കൂല, ഇന്ന് പേടിയാണ് എല്ലാവർക്കും. അപ്പോ ഒന്ന് കെട്ടി അതെന്നെ കൊണ്ടുനടക്കാൻ കഴിയാത്തവരാ. പണ്ട് ഒരു ചൊല്ല് പറയാറുണ്ട്, മഞ്ചയേറ്റി നടക്കാൻ കഴിയാത്ത, സ്വന്തം നടക്കാൻ കഴിയാത്ത പെരിച്ചായി മഞ്ചയേറ്റി എന്നൊരു ചൊല്ല് പറയാറുണ്ട്. എന്നതുപോലെ ഒരു ഭാര്യയെ തന്നെ ഇസ്ലാമിന്റെ നിയമപ്രകാരം അങ്ങോട്ടും ഇങ്ങോട്ടും കടമകൾ നിറവേറ്റാൻ കഴിയാത്തവർ പെണ്ണും കെട്ടിങ്ങനെ നടക്കും. അതൊന്നും ശരിയല്ല. ഇസ്ലാമികമായി ചിന്തിക്കുമ്പോൾ യഥാർത്ഥ ഒരു മുസ്ലിമിനെ സംബന്ധിച്ച് അതൊക്കെ വലിയ ഒരു അപകടം തന്നെയാണ്. അപ്പോ ആ വകുപ്പുകളൊക്കെ അറിയണം എന്നാ പറഞ്ഞത്. എങ്ങനെയെങ്കിലും കെട്ടി ജീവിക്കേണ്ടവരല്ല. ഇസ്ലാമികമായൊക്കെ അറിയൽ നിർബന്ധം തന്നെയാണ്, ഫർള് അതിന് തന്നെയാണ്. ഓരോ വ്യക്തിയും ഇത് അറിയണം. ഭാര്യയുടെ കടമ അറിയണം, ഭർത്താവിന്റെ കടമ അറിയണം. അറിയാഞ്ഞാൽ അപകടം തന്നെയാണ്. അപ്പൊ അറിയൽ നിർബന്ധമാണ്. ഈ പറഞ്ഞതെല്ലാം ഇങ്ങനെ നിർബന്ധമായതിന് ശേഷം ഇറാദത്തിൽ ഫിഅലി, ഇതൊക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പൊ അതിനെ കുറിച്ചൊക്കെ പഠിക്കാൻ നിർബന്ധമാണ്. യജിബു വുജൂബൻ ഐരിയ, ഓരോ തടിക്കും ബാധ്യതയായി നിൽക്കുന്നത് നിർബന്ധമാണത്, കിഫയല്ല. എന്ത്? തഅല്ലുമു ലവാഹിരി ശുറൂതിഹ വമുബ്തിലാതിഹ വഅർകാനിഹ. ഇത്തരം ഇടപാടുകളുമായി നമ്മൾ പറഞ്ഞല്ലോ, ഇത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർ അവർക്ക് നിർബന്ധമായി വരികയും ചെയ്താൽ അതിന്റെ ഫറളുകൾ, ഷറത്തുകൾ, ബാത്തിലാവുന്ന കാര്യങ്ങൾ ഒക്കെ വ്യക്തമായി തന്നെ പഠിക്കൽ നിർബന്ധമാണ്. അതിൽ വ്യക്തമായതൊക്കെ ഉണ്ട്, അതൊക്കെ അറിയലും പഠിക്കലും നിർബന്ധമാണ്. ഓരോ ആണ് പെണ്ണിനും നിർബന്ധമാണ്. ഇതുപോലെ തന്നെ മറ്റു പല കാര്യങ്ങളും നമുക്ക് അറിയേണ്ടതുണ്ട്. ഇതിപ്പോ ഇടപാട് സംബന്ധമായും കർമ്മങ്ങൾ സംബന്ധമായും വിശ്വാസപരമായും നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. ഇനി കൽബിയായ ചിലത് പറയാനുണ്ട്. ഇപ്പൊ ജസദിനെ സംബന്ധിച്ചും അതുപോലെ തന്നെ കൽബിയായ വിശ്വാസം സംബന്ധിച്ചേ പറഞ്ഞിട്ടുള്ളൂ. ഇനി കൽബിനെ ശുദ്ധീകരിക്കേണ്ട ചില കാര്യങ്ങൾ പറയേണ്ടതുണ്ട്, അതും അറിയണം. കദാലിക, ഇതുപോലെ തന്നെയാണ് യജിബു, നിർബന്ധമാകും. വുജൂബൻ ഐനിയ, ഐനിയായ നിലയിൽ ഓരോ വ്യക്തിയും നിറവേറ്റാൻ നിർബന്ധമാവുക എന്ന നിലപാടിൽ തന്നെ നിർബന്ധമാണ്. എന്ത്? തഅല്ലുമു ലവാഹിരി ഹുദൂദി അംറാദിൽ ഖൽബി വഅസ്ബാബിഹ വഇലാജിഹ, ഹൃദയ സംബന്ധമായ രോഗങ്ങൾ, അതിന്റെ കാരണങ്ങൾ, അതിന്റെ ചികിത്സകൾ, അതിനുള്ളതായ എന്തെല്ലാം അതിർത്തികളുണ്ടോ ലാഹിറായതൊക്കെ അതൊക്കെ അറിഞ്ഞിരിക്കലും പഠിക്കലും ഓരോ മുസ്ലിമിനും മുസ്ലിമത്തിനും നിർബന്ധമാണ്.
ഇത് പറയുമ്പോഴാണ് നമ്മുടെ ഈ കടമകളൊക്കെ നമ്മൾ നിറവേറ്റാത്തവരാണെന്ന് ഇപ്പോൾ നമുക്ക് ബോധ്യമാകും. നഅൂദുബില്ലാ, അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. എപ്പോഴെങ്കിലും നമ്മൾ നിസ്കരിക്കുന്നുണ്ട്, ധർമ്മം കൊടുക്കുന്നുണ്ട്, ഇതുകൊണ്ടാകുമോ? പോരല്ലോ മോമിനുകളെ. ഇതൊക്കെ പറയുമ്പോൾ നമ്മളൊക്കെ എവിടെയാ? ആരാണ് ഈ പണ്ഡിതന്മാർ? ഇതിനായി ഒഴിഞ്ഞു വെച്ചവരല്ലേ. അവരൊക്കെ ജീവിച്ച സ്വന്തം അവരുടെ ചരിത്രം പരിശോധിച്ചാൽ നമ്മളൊക്കെ മൂക്കത്ത് കൈവെക്കുകയല്ലാതെ അവരുടെ കാലിന്റെ ചോട്ടിൽ നിന്ന് വീഴുന്ന ഒരു തരി മണ്ണിന് പോലും, കാല് നിൽക്കട്ടെ അവർ ധരിച്ച പാത, ആ പാതയുടെ ചോട്ടിൽ നിന്ന് വീഴുന്ന ഒരു മണ്ണിന് പോലും സമാനമല്ല നമ്മളൊന്നും. അവരുടെയൊക്കെ ബർക്കത്ത് കൊണ്ട് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക. അപ്പൊ കദാലിക എന്താ ഹൃദയത്തിന്റെ രോഗങ്ങള്? ഹസദ്, കൽ ഹസദി വൽ ഉജ്ബി വൽ കിബ്രി വൽ റിയാഇ വസ്സുംഅതി വൽ ഹിഖദി വൽ ബുഗ്ളി. അല്ലാഹ്, എന്താ വട്ടം? അസദ് അസൂയ, ഉൾപോര്, അഹങ്കാരം, ലോകമാന്യത, പ്രശസ്തി, ഉൾപോര്, ദേഷ്യം. ഇതില്ലാത്തൊരാരാ ഇന്ന്? പകയല്ലേ എന്ന് നമുക്ക് പരസ്പരം? പോരല്ലേ നമുക്ക്? വല്ലതും നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ നാലാൾ അറിയണം, പത്രങ്ങൾ അടിച്ചു വിടണം, മീഡിയയിൽ കൂടെ നിരത്തി വിടണം, ലോകത്ത് എല്ലാരെ പേരും എന്റേത് എത്തണം, ഞാനാണ് വലിയവൻ, ഔ എന്റെ തടിന്റെ അത്ര മുന്തിയ തടി ആർക്കാ ഉള്ളത്? ഇങ്ങനെയുള്ള ഉൾപോരുകള്, അസൂയ, ഇതൊക്കെ നിറഞ്ഞ മനസ്സാ. ഇതൊക്കെ അറിയണം, പഠിക്കണം, എന്നിട്ട് ഇതൊക്കെ ഒഴിവാക്കണം. നഅം മൻ ഖുലിക സലീമൻ മിൻഹാ. അപ്പൊ ഇതൊക്കെ അറിഞ്ഞിട്ട് ഒഴിവാക്കി ഇതിനെ ചികിത്സിക്കണം. അങ്ങനെ വേണ്ട എല്ലാ കാര്യം പഠിക്കൽ നിർബന്ധമാണ് എന്നാണ് പറഞ്ഞത്. അപ്പൊ ഇനിയുടെ ചോദ്യം വരാം, ഇതൊന്നുമില്ലാത്ത നല്ല മനുഷ്യന്മാർ ഉണ്ടാകൂലേനാ? ആ ഉണ്ടാകാലോ. അപ്പൊ ഇവരെന്താ ചെയ്യാ? നാം എങ്കിലും മൻ ഖുലിക സലീമൻ മിൻഹാ, ഇത്തരം അഹണ്ടകൾ, ഇത്തരം ക്യാൻസറുകൾ, ഇത്തരം ദുഷിച്ചതായിരിക്കുന്ന സ്വഭാവങ്ങൾ ഒന്നുമില്ലാതെ നല്ല ഒരു മനുഷ്യനായിട്ട് ഒരാൾ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഔ അംകനഹു, അയാൾക്ക് കഴിയും ഇസാലത്തുക, ഇത് മുഴുവനും നീക്കാൻ. എങ്ങനെ നീക്കാൻ? മിൻ ഗൈരി തഅല്ലുമി മാ ദുകിറ മിനൽ ഹുദൂദി വമാ ബഅദഹാ. നമ്മൾ ഓരോന്നിനും ഓരോ അതിർത്തി നിശ്ചയിച്ചിട്ടുണ്ട്. അതിർത്തികൾക്ക് ശേഷമുള്ള പല കാര്യങ്ങളുമുണ്ട്. അത്തരം കാര്യങ്ങളൊന്നും ഇയാൾ പഠിക്കേ വേണ്ട. പഠിക്കാതെ തന്നെ ഇയാൾക്ക് നീക്കിക്കളയാൻ കഴിയും. അല്ലെങ്കിൽ സൃഷ്ടിപ്പിൽ തന്നെ ഇയാൾ നല്ലൊരു മനുഷ്യനാണ്. ഇങ്ങനെ വരികയാണ് എങ്കിൽ ഇത് ലാ ഹാജത ലഹു ഇലൈഹി, അദ്ദേഹത്തിന് ഇതിലേക്ക് ആവശ്യമില്ലല്ലോ. അക്കാരണം വല്ലാഹു സുബ്ഹാനഹു വതആല, അല്ലാഹു എത്ര വലിയ മഹാൻവാൻ, അല്ലാഹു തആലാണ് എല്ലാം അറിയുന്നവൻ. അപ്പൊ ഇതില്ലാത്ത എല്ലാ ആളുകളും, ഇത്തരം ആളുകൾ അൽഹംദുലില്ലാഹ് ഇങ്ങനെ വരുമ്പോൾ അവർ അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട് അങ്ങനെ ജീവിക്കാം. ഇതില്ലാത്തവര്, ഇതിന് കഴിയാത്തവര്, ഇങ്ങനെ സൃഷ്ടിക്കാത്തവരുണ്ടെങ്കിൽ അസൂയ നീക്കണം, ദുഷിച്ച എല്ലാ സ്വഭാവങ്ങളും നീക്കണം. അത് നീക്കാൻ പറ്റുന്ന എല്ലാ മരുന്നുകളും കിതാബുകളിലുണ്ട്. അത് പണ്ഡിതന്മാരുമായി സന്ധിച്ചുകൊണ്ട് പഠിക്കുക, എന്നിട്ട് നീക്കുക. അതിനുപകരിക്കുമല്ലോ നമ്മുടെ ഇതുപോലുള്ള ക്ലാസ്സുകളൊക്കെ. അതിനെ മുതലാക്കിയെടുക്കുവാനാണ് നമ്മൾ ശ്രമം നടത്തേണ്ടത്. നമ്മുടെ ആകെ നേട്ടം എന്താ? പഠനം കൊണ്ട് ഉള്ളു ശുദ്ധിയാവണം. ഉള്ളു ശുദ്ധിയാകുമ്പോഴേ നമ്മുടെ കർമ്മങ്ങളൊക്കെ ശരിയാവുകയുള്ളൂ. ഇതാണ് ബഹുമാനപ്പെട്ടവർ കൊടുത്ത മറുപടി. ഇന്ദഹ കലാമു ബിൻ ഹജർ റളിയല്ലാഹു അൻഹു സ്വാഹിബി തുഹ്ഫ മിൻ കിതാബി ഖാതിമത്തുൽ ഫത്വ. ബഹുമാനപ്പെട്ടവർ തുഹ്ഫ എന്ന് പറയുന്ന നിരവധി ഗ്രന്ഥങ്ങൾ രചിച്ച മഹാനാണ്. അതിൽ കർമ്മപരമായിട്ട് വളരെയധികം സാഫി മദ്ഹബിൽ എവിടെയും പത്ത് കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു വലിയ ഗ്രന്ഥം തന്നെയാണ് തുഹ്ഫ. ആ തുഹ്ഫയുടെ മുസന്നിഫാണ് നമ്മുടെ ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ അൽ ഹൈതമി തങ്ങൾ. സൈനുദ്ദീൻ മഖ്ദൂം രണ്ടാമന്റെ ഗുരുവര്യരായ മഹാനവറുകൾ, അറബി പണ്ഡിതൻ, കേരളക്കരയിൽ വന്നവർ, പൊന്നാനി ജുമാഅത്ത് പള്ളിയിൽ വിളക്ക് വെച്ചവർ, അവിടെ കല്ലുണ്ടല്ലോ, അതൊക്കെ കാണാലോ. അങ്ങനെയുള്ള മഹാൻ, ആ മഹാന്റെ മൊഴികളാണ് നമ്മൾ ഇതുവരെ സംസാരിച്ചത്. വല്ലാത്തൊരു മൊഴി, അർത്ഥഗർഭമായ മുത്തുമണികൾ, എത്രയോ ഒളിഞ്ഞു കിടക്കുന്ന രത്നങ്ങളുള്ളതായിരിക്കുന്ന മാണിക്കങ്ങൾ. ഇത് നമ്മൾ മനസ്സിലാക്കി ഉപകരിക്കുകയാണ് ഏറ്റവും നല്ലത്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ബഹുമാനപ്പെട്ടവരുടെ ഖാതിമത്തുൽ ഫത്വ എന്ന് പറയുന്നതിനാണ് നമ്മൾ ഇത് ഉദ്ധരിച്ചത്. എന്നിട്ട് നമ്മുടെ ശറഹിന്റെ മുസന്നിഫ് പറയുന്നു, ഫഫ്ഹം, എന്റെ സഹോദര, നീ ഒന്ന് ആലോചിച്ച് ശരിക്കും മനസ്സിലാക്ക്. കലാമുഹു, ബഹുമാനപ്പെട്ടവരുടെ വാക്ക്, ഫീ ഖൗലിഹി വകദാലിക യജിബു ദാലിക
എന്ന് ബഹുമാനപ്പെട്ടവർ പറഞ്ഞില്ലേ? എവിടെ? വിശ്വാസപരമായ കാര്യം പറഞ്ഞിട്ട് ആ കൂട്ടത്തിൽ പറഞ്ഞു എന്ന് പറഞ്ഞല്ലോ. ആ ഒരു വാക്ക് നല്ലോണം ആലോചിച്ച് നോക്ക്. എന്തുകൊണ്ടാണ് ഇത് പറഞ്ഞത്? അതിന്റെ അവസാനം വരെ. അപ്പൊ നന്മ സൃഷ്ടികള് നന്മ അള്ളാഹു, തിന്മ സൃഷ്ടികള് ഇങ്ങനെ സൃഷ്ടിക്കുന്നു എന്ന് വിശ്വസിക്കുന്ന ബിദ്അത്തുകാരെ പൊളിച്ചടുക്കിയില്ലേ? അതിലേക്ക് സൂചനയാണ് നമ്മുടെ ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ ഹൈതമി തങ്ങൾ നൽകിയ മറുപടി. അത് ശരിക്കും ആലോചിച്ച് നോക്ക്. ഒരടിമ ഒരിക്കലും തന്റെ നന്മയും തിന്മയുമായ പ്രവൃത്തി ഒന്നും തന്നെ സൃഷ്ടിക്കുന്നില്ല. അതെല്ലാം അള്ളാഹു തആലയാണെന്ന് മനസ്സിലാക്കുക. അവിടേക്കുള്ള ചൂണ്ടുപലകയും താക്കീതും വിഷയം ശരിക്കും വിശ്വസിക്കണമെന്നുള്ളതാണ് പോലത്തെ ഇബാറത്ത് നമുക്ക് മനസ്സിലാക്കി തരുന്നത്. ഇങ്ങനെ നീ മനസ്സിലാക്കിയാൽ നിനക്കറിയാം അന്ന സയ്യിദന അൽ ഹദ്ദാദ്, നമ്മുടെ റാത്തിബിന്റെ മുസന്നിഫായ അലവി ഇബ്നുൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു അൽ അജ്റു, ബഹുമാനപ്പെട്ടവർക്ക് കൂലിയുണ്ട്, വസ്സവാബു, പ്രതിഫലമുണ്ട്. എന്തിന്റെ പേരിൽ? അലാ ഖൗലിഹി ബി റാത്തിബിഹി, ബഹുമാനപ്പെട്ടവരുണ്ടാക്കിയ ആ റാത്തിബിൽ വാക്കില്ലേ അൽ ഖൈറു വശ്ശർറു ബിമശീഅത്തില്ലാ എന്നൊരു പദം അവിടെ ഉപയോഗിച്ചല്ലോ. ആ ഒരു വാക്ക് തന്നെ ബഹുമാനപ്പെട്ടവർ പറഞ്ഞതുകൊണ്ട് എത്രമാത്രം കൂലിയും സവാബുമാണ് അല്ലാഹു തആല അതിന് നൽകുക എന്നുള്ളത് ഇത്രയും വിഷയം നിനക്ക് മനസ്സിലാക്കുമ്പോൾ ബോധ്യമാകുമടോ? നീ മനസ്സിലാക്കിക്കോ എന്ന് നമ്മോട് ഓരോരുത്തരോടും ബഹുമാനപ്പെട്ടവർ തന്റെ മൊഴി രേഖപ്പെടുത്തിയ ഈ ഗ്രന്ഥത്താളിലൂടെ നമുക്ക് മനസ്സിലാക്കാം. പിന്നെ ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ ഹൈതമി തങ്ങളോട് ഒന്നുകൂടി ചോദിക്കപ്പെട്ടിട്ടുണ്ട്. വസുഇല ഇബ്നു ഹജർ, ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കപ്പെട്ടു. അയിദൻ, വീണ്ടും. എന്താ ചോദ്യം? നമ്മുടെ ശത്രുക്കളെ ഉത്തരമുട്ടിക്കുന്ന ചോദ്യം തന്നെ. ഹൽ ഖായിലു ബിഖൗലിൽ അബ്ദി ഖാലിഖൻ ലി അഫ്ആലി നഫ്സിഹി ശിർകുൻ അം ലാ? നല്ല ചോദ്യ. ഒരടിമ തന്റെ പ്രവൃത്തികളെ സ്വന്തം സൃഷ്ടിക്കുന്നുണ്ടെന്ന് ആരെങ്കിലും ഒരാൾ പറഞ്ഞാൽ അങ്ങനെ പറയുന്നവൻ ശിർക്ക് ചെയ്തോ ഇല്ലേ? അത് ശിർക്കിന്റെ വചനമാണോ അല്ലേ എന്നാ അജാബ കൊടുത്തു മറുപടി ബഹുമാനപ്പെട്ടവർ. എന്ത്? ബിഅന്നൽ ഖായില ബിൽ ഖൽഖിൽ ഹഖീഖി ലിഗൈരില്ലാഹി ഫി ശൈഇൻ മിനൽ അശ്യാ, ഏതെല്ലാം വസ്തുക്കളുണ്ടോ, അല്ലാഹു അല്ലാത്ത ഏതെല്ലാം വസ്തുക്കളുണ്ടോ, ആ വസ്തുക്കൾ ഏതെങ്കിലും ഒരു വസ്തുവിൽ, എല്ലാത്തിലും വേണ്ട, ഏതെങ്കിലും ഒരു വസ്തുവിൽ അല്ലാഹു അല്ലാത്തവർക്ക് യഥാർത്ഥമായിരിക്കുന്ന ഖൽഖുണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞാൽ, യഥാർത്ഥ ഖൽഖ് അല്ലാഹുവിനാണ്, അതല്ലാതെ ഒരു ഖൽഖ് സൃഷ്ടിയിൽ ആർക്കെങ്കിലും ഉണ്ടെന്ന് ഒരാൾ പറയുകയാണ് എങ്കിൽ അദ്ദേഹം ആ പറയുന്ന വാക്കുകൊണ്ടും ആ നിമിഷം തന്നെ കാഫിറുൻ, അതൊരു മുസ്ലിമായ ഒരാൾ പറയുകയാണെങ്കിൽ അയാൾ കാഫിറാണ്. നഊദു ബില്ലാഹ്. നമ്മുടെ വാക്കുകൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്, നമ്മുടെ വിശ്വാസങ്ങൾ ശരിക്കും മനസ്സിലാക്കേണ്ടതുമുണ്ട്. കാഫിറായാൽ പോരാ. മുറാഖുദ്ദമി, അവന്റെ രക്തത്തിന് വിലയില്ല, അത് ചിന്തേണ്ടതാണ്. കമാഹുവ ജലിയുൻ, അതെല്ലാവർക്കും വ്യക്തമാകുന്നത് തന്നെയല്ലേ. രണ്ടർത്ഥത്തിൽ വരും. അതുകൊണ്ടാ ബഹുമാനപ്പെട്ടവർ ഒന്നങ്ങനെ പറഞ്ഞു, ഗഫൂർ വരുന്ന രൂപം പറഞ്ഞു. ഇനി വേറൊന്നുണ്ട്. വൽ ഖായിലു ബിഖൽഖിൽ അബ്ദി ലിഅഫ്ആലിഹി ബിൽ മഅന അല്ലദീ യഖൂലുൽ മുഅ്തസിലതു മുബ്തദിഉൻ ളാല്ലുൻ ഫാസിഖുൻ. എങ്ങനെയാ? അടിമ തന്റെ പ്രവൃത്തികളെ സൃഷ്ടിക്കുന്നുണ്ട്. അത് ഏതർത്ഥപ്രകാരമാണ്? ഹഖീഖിയായ ഖൽഖ് കൊണ്ടല്ല. മുഅ്തസിലത്ത് പറഞ്ഞല്ലോ, നമ്മളതൊക്കെ വിശദീകരിച്ച് പോന്നല്ലോ. മുഅ്തസിലിയാക്കൾ, അതായത് നന്മ അള്ളാഹുവിലേക്ക് ചേർക്കാനേ പറ്റൂ, തിന്മ അള്ളാഹുവിലേക്ക് പറ്റില്ല. അപ്പൊ ആ തിന്മ ചേർക്കൽ വലിയൊരു അപകടമല്ലേ, ബുദ്ധിമുട്ടല്ലേ? ആ ഒരു നിലപാട് വെച്ച് നോക്കുമ്പോൾ തിന്മ ആർക്ക് ചേർത്തണം? അടിമയിലേക്ക് ചേർത്തണം, അവനുണ്ടാക്കുന്നതാണ്. ഇങ്ങനെ മുഅ്തസിലത്ത് കൊണ്ടുവന്നൊരർത്ഥമുണ്ട്. ആ രീതിയിലുള്ള അർത്ഥപ്രകാരമാണ് അബ്ദ് തന്റെ പ്രവർത്തികളെ സൃഷ്ടിക്കുന്നു എന്നൊരാൾ പറഞ്ഞു നോക്കുക. അങ്ങനെ പറയുന്നവരെ കുറിച്ചുള്ള വിധി മുബ്തദിഉൻ, അവൻ പുത്തനാശയക്കാരനാണ്, പോരാ, ലാലുൻ, തെറ്റിപ്പോയി, സത്യത്തിൽ നിന്ന് മാറിപ്പോയി, ഫാസിഖുൻ, തമ്മാടിയും കൂടിയാ, നിലയും വിലയും അവനില്ല. അപ്പൊ ഈ രണ്ട് ഖൽഖിന്റെ രൂപം വന്നാലും പറയുന്നവർ പോയി.
ഒരാൾ തനിച്ച കാഫിറാകും, മറ്റാൾ കാഫിറാവൂലെങ്കിലും തമ്മാടിയും വഴിപിഴച്ചവനും നൂതനവാദക്കാരനും ആയി മാറും, നൂതനവാദിയുമായി മാറും. അപ്പൊ രണ്ടും അപകടമാണ് എന്നുള്ളതാണ് ബഹുമാനപ്പെട്ടവർ ആ ചോദ്യത്തിലുള്ള മറുപടി നൽകിയത്. ഈ ചോദ്യവും ഉത്തരങ്ങളൊക്കെ നമ്മൾ ശരിക്കും മനസ്സിലാക്കുക. അമ്മ ഇസ്ലാമുഹു ഫീ ഖിലാഫുൻ, അപ്പോൾ ഇവൻ മുസ്ലിമാണോ എന്ന കാര്യത്തിൽ തർക്കമുണ്ട്. വൽ അസഹു, തർക്കമുണ്ടെങ്കിലും നമ്മൾ വിശ്വസിക്കേണ്ടത്, നമ്മൾ ഒരാളെ കാഫിറാക്കാൻ നടക്കൂലല്ലോ. ബലപ്പെട്ട അഭിപ്രായത്തിൽ അന്നഹു മുസ്ലിമുൻ, ഇപ്പം ഫാസിഖാണെങ്കിലും ലാലും മുബത്തദിയാണ് എങ്കിലും ഇവരാരാണ്? മുസ്ലിം തന്നെയാണ്. അതുകൊണ്ടല്ലേ നമ്മുടെ തുഹഫന്റെ മുസന്നിഫായ ഇബ്നു തീമിയ ലാലും മുദില്ലുമാണെന്ന് പറഞ്ഞു, കാഫിറാന്ന് പറഞ്ഞിട്ടില്ല. അതുപോലെ ഇന്നത്തെ നൂതന പ്രസ്ഥാനമായ ജമാഅത്ത് മുജാഹിദ് പോലത്തെ ആളുകളെയും വിദ്അത്തുകാരാണ് എന്ന് നമ്മൾ പറയല്ലാതെ, ലാല്യങ്ങളാണ് മുദില്ലികൾ എന്ന് പറയല്ലാതെ ഇസ്ലാം എന്ന് പുറത്തുപോയി പറയാൻ നമുക്ക് അവകാശമില്ല. അതെന്തുകൊണ്ടാണ്? ഇങ്ങനെയുള്ള മഹാരഥന്മാര് ശരിക്കും മനസ്സിലാക്കി തെളിവിന്റെ അടിസ്ഥാനത്തിൽ പല അഭിപ്രായം അതിലുണ്ടെങ്കിലും ബലപ്പെട്ട അഭിപ്രായം മുസ്ലിം തന്നെയാണ്. അതുകൊണ്ടാണ് നമ്മൾ അവരെ മുസ്ലിമായി അംഗീകരിക്കുന്നത്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ഇന്ന് പറഞ്ഞ വിഷയത്തിൽ വളരെയധികം ഗഹനമായി പഠിക്കേണ്ടതും വിശ്വാസപരമായി, കർമ്മപരമായി, ഇടപാട് സംബന്ധമായി, ആഖിറത്തിലേക്ക് വാദിക്കുന്ന കാര്യങ്ങൾ, അതുപോലെ തന്നെ മറ്റു ദുഷിച്ച ചിന്തകൾ, അതിനൊഴിവാക്കാനുള്ള മാർഗങ്ങൾ, എല്ലാ നിലയിലും സംശുദ്ധമായി ഒരു യഥാർത്ഥ മുസ്ലിമായി, യഥാർത്ഥ മുസ്ലിം എന്ന് പറഞ്ഞാൽ യഥാർത്ഥ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ വക്താവായി നമ്മൾ ജീവിക്കണം. അതിനുള്ള വരകളും റൂട്ടുകളും നമ്മുടെ പണ്ഡിതന്മാർ വരച്ച് കാണിച്ചു തന്നതാണ് ഇതിലൂടെ നമ്മൾ ഇതുവരെ ചർച്ച ചെയ്തത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് നമ്മൾ ഖബൂൽ ചെയ്യട്ടെ. ഇന്ദഹ മിൻ ഖാതിമത്തിൽ ഫതാവ ലഹു, ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു തആല അൻഹുവിനുള്ളതാണ് ഖാതിമത്തുൽ ഫതാവ. അതിൽ നിന്നാണ് ഈ പറഞ്ഞ ചോദ്യവും ഉത്തരവും ഫത്വയൊക്കെ നൽകിയത്. ഇത് തന്നെ ധാരാളം മതിയല്ലോ. ഇതിലെ ഓരോ വരികളും എടുത്തുകൊണ്ട് മഹാന്മാര് പറഞ്ഞ ഓരോ കിതാബിനും വഴികളും എടുത്തു നോക്കിയാൽ ധാരാളം ക്ലാസ് നടത്തേണ്ടി വരും. അപ്പൊ ചുരുക്കത്തിൽ നമുക്ക് വളരെ ഗഹനമായി, വളരെ രത്നമായി, നല്ല മുത്തുകളായിക്കൊണ്ടാണ് നമ്മുടെ ഹബീബ് എന്നവര് ഈ ഷറഹിലൂടെ നമുക്ക് കിതാബുകൾ ഉദ്ധരിച്ച് മഹാന്മാരുടെ വഴികൾ രേഖപ്പെടുത്തി തന്ന് നമ്മളെ ഉത്ബുദ്ധരാക്കി തന്നത്. അത് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം നമ്മുടെ ജീവിതം. ഇതുപോലുള്ള വിശ്വാസം ഊട്ടി ഉറപ്പിച്ച് നല്ലവരായി ജീവിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇനി നമുക്ക് ദുആ എന്ന് പറയുന്നൊരു പരിപാടി ഉണ്ടല്ലോ, നിരവധി നമ്മൾ കേട്ടതാണ്. എങ്കിലും കൂടുതൽ മഹാനവറുകൾ 9ാമത്തെ ഫായിദയിൽ ദുആന്റെ ഫളീലത്ത് കൂടുതൽ വിശദീകരിക്കുന്നില്ല. വളരെ ചുരുക്കി, എല്ലാം ചുരുക്കിയിട്ടേ മുമ്പിൽ പറയുന്നുള്ളൂ ബഹുമാനപ്പെട്ടവർ. അത് തന്നെ രത്നമായിട്ട് നല്ല ചന്തം നോക്കിയിട്ട് പതിരൊക്കെ ഒഴിവാക്കി, എല്ലാ പൊടികളും ഒഴിവാക്കി നല്ല ശുദ്ധമായത് മാത്രമേ പറയുന്നുള്ളൂ. അതാണ് ഇനി 9ാമത്തെ ഫായിദ. അതും നമുക്ക് ആവശ്യമാണ്, ഈ പറഞ്ഞതൊക്കെ നമുക്ക് ആവശ്യമാണ്. എന്നെങ്കിലേ നമ്മുടെ 10ാമത്തെ വിഷയമായി വരുന്ന ദിക്റിന്റെ ഹൽക്കകളും അത് ചെല്ലേണ്ട രീതികളൊക്കെ ഇതൊക്കെ നിറവേറ്റി വരുമ്പോഴേ നമ്മൾ യഥാർത്ഥത്തിലേക്ക് എത്തുന്നുള്ളൂ. ഹഖീഖത്തിലേക്ക് വരാനാണ്. ഹഖീഖത്ത് റാത്തിബ് നേടലാണല്ലോ. ആ റാത്തിബ് നേടുമ്പോൾ അതിന്റെ മഹത്വം എന്താണ് അറിയാൻ വേണ്ടിയിട്ടാണ് ഇത്രയും നമ്മൾ റൂട്ടുകൾ ശരിപ്പെടുത്തിക്കൊണ്ടേ വരുന്നത്. ഇങ്ങനെ ഹഖീഖത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതെല്ലാം ഖബൂൽ ചെയ്യട്ടെ. ഇനി നമുക്ക് 9ാമത്തെ ഫായിദയിലൂടെ എന്താണ് ദുആയുടെ മഹത്വം എന്ന് നമുക്ക് പഠിക്കാം. എന്താണ് ദുആ, അതെങ്ങനെയാണ് ദുആ ഇരക്കേണ്ടതൊക്കെ പഠിക്കാം. അള്ളാഹു തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ദുആ വസിയത്തോടുകൂടെ ഈ ക്ലാസ് ഇവിടെ വെച്ച് അവസാനിപ്പിച്ച് എന്റെ സൗണ്ട് ഈ ഗ്രൂപ്പിലേക്ക് ഞാൻ വിടട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.